السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. സഹോദരങ്ങളെ, വിവാഹവുമായി ബന്ധപ്പെട്ട വിദ്വലക്കുകളാണ് ഈ ദർസുകളിൽ നമ്മൾ വിവരിക്കുന്നത്. ഇന്ന് ഇൻഷാ അല്ലാഹ് വിവാഹം നിഷിദ്ധമായ ആളുകൾ, ഒരാൾക്ക് വിവാഹം കഴിക്കാൻ പാടില്ലാത്ത സ്ത്രീകൾ ആരൊക്കെയാണ് എന്ന വിഷയമാണ് ഇന്ന് ചുരുങ്ങിയ രൂപത്തിൽ നമുക്ക് പറഞ്ഞു പോകാനുള്ളത് ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായ നിയമങ്ങൾ നിശ്ചയിച്ച കാര്യമാണ് വിവാഹം എന്നത്. അള്ളാഹുവിനനുസരിക്കുന്ന ഒരു മുസ്ലിം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന കാര്യം അംഗീകരിക്കുന്ന, അത് ചൊല്ലി പറയുന്ന, അത് വിശ്വസിക്കുന്ന, ഞാൻ മുസ്ലിമാണ് എന്ന് പറയുന്ന ഒരാൾ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിക്കാൻ ബാധ്യസ്ഥനാണ്. പലപ്പോഴും വിവാഹത്തിൻ്റെ കാര്യത്തിൽ സംഭവിക്കാറുള്ളത്, ആളുകളിൽ ചിലരെങ്കിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ശ്രദ്ധിക്കാതെ അവരവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് വിവാഹത്തിലേക്ക് എടുത്തു ചാടുന്ന ആളുകളെ കാണാം. ഒരു മുസ്ലിമായ മനുഷ്യൻ, അവനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അനുവദിച്ചതല്ലാതെ, അവൻ്റെ റബ്ബ് അനുവദിച്ചതല്ലാതെ മറ്റൊരു കാര്യവും അവന് പാടില്ല. അത് വിവാഹത്തിലാകട്ടെ മറ്റേത് കാര്യത്തിലാകട്ടെ. വിവാഹം കഴിക്കുന്നത് നിഷിദ്ധമാക്കപ്പെട്ട ആളുകൾ രണ്ട് രൂപത്തിലുണ്ട്. ഒരു പുരുഷന് വിവാഹം കഴിക്കാൻ പാടില്ലാത്ത സ്ത്രീകൾ രണ്ട് രൂപത്തിലാണ്. ഒന്ന് അൽ മുഹറമാതു മിനൻ നിസാഇ അല തഅബീദ്, ഒരു പുരുഷന് ഒരിക്കലും വിവാഹം കഴിക്കാൻ അനുവാദം ലഭിക്കാത്ത സ്ത്രീകൾ, ഉദാഹരണത്തിന് അവൻ്റെ ഉമ്മ. രണ്ടാമത്തേത് അൽ മുഹറമാതു മിനൻ നിസാഇ അല സബീലി തൗഖീത്ത്, താൽക്കാലികമായി ചില സന്ദർഭങ്ങളിൽ, ചില സാഹചര്യങ്ങളിൽ ഒരു പുരുഷന് വിവാഹം കഴിക്കാൻ അനുവാദം ലഭിക്കാത്ത സ്ത്രീകൾ. ഉദാഹരണത്തിന്, മറ്റൊരാളുടെ ഭാര്യയായി ജീവിക്കുന്ന ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നത് നിഷിദ്ധമാണ്. പക്ഷേ അയാൾ തലാഖ് ചൊല്ലിയാലോ, അയാളുടെ ഇദ്ദ കഴിഞ്ഞാലോ അയാൾ വിവാഹം കഴിക്കുന്നത് അനുവദനീയമാണ്. അപ്പോൾ അത് താൽക്കാലികമായ അവസ്ഥയാണ്. മറ്റേത് സ്ഥിരം, ഒരിക്കലും മാറാതെ നിലകൊള്ളുന്ന അവസ്ഥയാണ്. രണ്ട് രൂപത്തിലുണ്ട് സ്ത്രീകൾ. ഒന്ന് സ്ഥിരമായി ഒരിക്കലും വിവാഹം കഴിക്കാൻ പാടില്ലാത്ത സ്ത്രീകൾ. രണ്ട്, സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ താൽക്കാലികമായി വിവാഹബന്ധം നിഷിദ്ധമാകുന്ന സ്ത്രീകൾ. സ്ഥിരമായി വിവാഹബന്ധം നിഷിദ്ധമാകുന്ന സ്ത്രീകൾ 4 തരക്കാരുണ്ട്, അല്ലെങ്കിൽ 4 രൂപത്തിലുണ്ട്. ഒന്ന് രക്തബന്ധത്തിലൂടെ സംഭവിക്കുന്നതാണ്. നേരത്തെ പറഞ്ഞ പോലെ ഉമ്മ, മാതാവിന് വിവാഹം കഴിക്കുന്നത് നിഷിദ്ധമാണ്. രണ്ടാമത്തേത് വിവാഹബന്ധത്തിലൂടെ നിഷിദ്ധമാകുന്നതാണ്. ഉദാഹരണത്തിന് ഭാര്യയുടെ ഉമ്മ. ഒരാൾ സ്ത്രീ കല്യാണം കഴിച്ചാൽ പിന്നെ അവൾ ആ ഭാര്യയുടെ ഉമ്മയെ വിവാഹം കഴിക്കുന്നത് നിഷിദ്ധമാണ്. മൂന്നാമത്തേത് ഒരു സ്ത്രീ മുലകുടി ബന്ധത്തിലൂടെ നിഷിദ്ധമാകുന്നത്. ഉദാഹരണത്തിന് ഒരാൾക്ക്, ഒരു സ്ത്രീ അവൻ്റെ ചെറിയ പ്രായത്തിൽ മുലപ്പാൽ നൽകിയാൽ അവൻ മുലകുടി ബന്ധത്തിൽ ഉമ്മയാണ്. വിവാഹം കഴിക്കാൻ പാടുണ്ടോ? ഇല്ല. എപ്പോഴെങ്കിലും കുറച്ചു കാലം കഴിഞ്ഞാൽ വിവാഹം അനുവദനീയമാവും? ഇല്ല. എല്ലാ കാലത്തേക്കും വിവാഹബന്ധം നിഷിദ്ധമാണ്. നാലാമത്തേത് ലിആനിലൂടെ, ഇൻഷാ അല്ലാഹ് വിശദീകരിച്ച് പറയുന്നത്. അപ്പോൾ 4 രൂപത്തിലുണ്ട്. ഏതൊക്കെയാണ്? രക്തബന്ധം, വിവാഹബന്ധം, മുലകുടി ബന്ധം, ലിആൻ. ഈ 4 രൂപത്തിൽ സ്ത്രീകൾ, വിവാഹബന്ധം നിഷിദ്ധമാകുന്ന സ്ത്രീകളുണ്ട്. ശരി, ഈ പറഞ്ഞ കാര്യത്തിൽ ലിആൻ ഒഴികെയുള്ളത്, രക്തബന്ധം, വിവാഹബന്ധം, അതുപോലെ മുലകുടി ബന്ധം, ഈ 3 രൂപത്തിൽ വിവാഹബന്ധം എന്നേക്കുമായി നിഷിദ്ധമാകുന്ന സ്ത്രീകൾ, അവരാണ്, ആ സ്ത്രീകൾക്ക് ഈ പറയുന്ന ആളുകൾ, പുരുഷന്മാർ മഹ്റമാണ്. ശ്രദ്ധിക്കുക, അവർക്കാണ് മഹ്റമാവുക. ഒരു സ്ത്രീയുടെ മഹ്റം ആരാണെന്ന് ചോദിച്ചാൽ, ഈ പറയുന്ന 3 രൂപത്തിൽ അവൾക്ക് വിവാഹം കഴിക്കുന്ന നിഷിദ്ധമായത് ആരാണോ അവരാണ് മഹ്റം. അല്ലാത്തൊരു മഹ്റമാവില്ല. ഉദാഹരണത്തിന്, ഒരു സ്ത്രീ വിവാഹം കഴിച്ചു. ആ സ്ത്രീയെ വിവാഹം കഴിച്ച സന്ദർഭത്തിൽ അവളെ തലാഖ് ചെല്ലുന്നതിന് മുൻപ് അവളുടെ സഹോദരിയെ വിവാഹം കഴിക്കുന്നത് നിഷിദ്ധമാണ്, ഹറാമാണ്. പക്ഷെ അവൾ മഹ്റമാണോ? അവൾക്ക് മഹ്റമാണോ? ആണോ? അല്ല. ഭാര്യയുടെ സഹോദരി അവൾക്ക് ഒരിക്കലും എന്തല്ല, തൻ്റെ സഹോദരിയുടെ ഭർത്താവ് മഹ്റമല്ല. എന്തുകൊണ്ടല്ല? നേരത്തെ പറഞ്ഞാണ് കാരണം. വിവാഹബന്ധം അവർക്ക് എന്നേക്കുമായി നിഷിദ്ധമല്ല, മറിച്ച് താൽക്കാലികമായി നിഷിദ്ധമാണ്. എന്നേക്കുമായി വിവാഹബന്ധം നിഷിദ്ധമാകുന്ന പുരുഷന്മാർ, അതിൽ ഈ പറഞ്ഞ 3 രൂപങ്ങൾ. ഏതൊക്കെ 3 രൂപം? രക്തബന്ധം, വിവാഹബന്ധം, മുലകുടി ബന്ധം. ഈ 3 രൂപത്തിലാണ് വിവാഹബന്ധം
നിഷിദ്ധമാകുന്ന ആൾ, ഇവരാണ് മഹറമുകളാവുക. ശരി, ഒന്നാമത് പറഞ്ഞത് രക്തബന്ധത്തിലൂടെ നിഷിദ്ധമാകുന്ന ബന്ധങ്ങളാണ്. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു അൻ-നിസാഇലെ 23-ാമത്തെ ആയത്താണ് ഇതിൻ്റെ അടിത്തറ, ഈ പറഞ്ഞതിൻ്റെ ഒക്കെ അടിസ്ഥാനം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഹുർരിമത് അലൈക്കും ഉമ്മഹാതുക്കും വബനാതുക്കും വഅഖവാതുക്കും വഅമ്മാതുക്കും വഖാലാതുക്കും. ഈ പറഞ്ഞ ആളുകളാണ് നിഷിദ്ധമായ ആളുകൾ. ഒന്നാമത്തേത് ഹുർരിമത് അലൈക്കും, നിങ്ങൾക്ക് നിഷിദ്ധമാണ്. ഉമ്മഹാതുക്കും, നിങ്ങളുടെ ഉമ്മമാർ അവർ വിവാഹം കഴിക്കുന്നത് നിഷിദ്ധമാണ്. ഉമ്മയെ വിവാഹം കഴിക്കുന്നത് നിഷിദ്ധമാണ്. ഉമ്മയുടെ ഉമ്മമാരെ ആരൊക്കെ വരാനുണ്ടോ അവരെയൊക്കെ വിവാഹം കഴിക്കുന്നത് നിഷിദ്ധമാണ്. അവരൊക്കെ ഉമ്മമാരാണ്. ഉമ്മയുടെ ഉമ്മ, ഉമ്മയുടെ ഉമ്മാൻ്റെ ഉമ്മ, അവരുടെ ഉമ്മ, അവരൊക്കെ നിഷിദ്ധമാണ്. അവരൊക്കെ ഹറാമാണ്, അവർ വിവാഹം കഴിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഉപ്പയുടെ ഉമ്മ, ചില അടുത്ത് ഉപ്പുമ്മ എന്നാണ് എന്താ പറയലേ, വല്യമ്മന്ന് എല്ലാവരും പറയില്ലേ, ഉമ്മാൻ്റെ ഉമ്മാനും പറയില്ലേ, ഉമ്മാൻ്റെ ഉമ്മാനെ വല്യമ്മന്ന് പറയും, ഉപ്പാൻ്റെ ഉമ്മാനെ വല്യമ്മന്ന് അറിയില്ലേ. ഉപ്പാൻ്റെ ഉമ്മ ഇതുപോലെ തന്നെ ഉമ്മയാണ്. അവരുമായിട്ടുള്ള വിവാഹബന്ധം നിഷിദ്ധമാണ്. പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, പക്ഷേ പറയാൻ വേണ്ടി പഠിക്കാൻ വേണ്ടി ഉറപ്പെടുത്തിയത് മാത്രം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഉമ്മ, പിന്നെ അങ്ങോട്ട് അവരുടെ ഉമ്മമാരായി മുകളിൽ ആരൊക്കെയുണ്ടോ അവരൊന്നും പാടില്ല. ഉപ്പയുടെ ഉമ്മ, അവരുടെ മുകളിലുള്ള ഉമ്മമാർ ആരെയും പാടില്ല, വിവാഹം കഴിക്കാൻ പാടില്ല. ഉമ്മഹാത്ത് എന്ന് പറഞ്ഞതിൽ, മാതാക്കൾ എന്ന് പറഞ്ഞതിൽ ഈ പറഞ്ഞ ആളുകളെല്ലാം ഉൾപ്പെടും. രണ്ടാമത്തേത് ഉമ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉമ്മയിൽ നിന്നാണ് വന്നത്. ഇനി നമ്മളിൽ നിന്ന് വന്നത് ആരാണ്? നമ്മുടെ പെൺമക്കളാണ്. അൽ ബനാത്ത് ഹുർരിമത് അലൈക്കും ഉമ്മഹാതുക്കും വബനാതുക്കും. നിങ്ങളുടെ പെൺമക്കളെ വിവാഹം കഴിക്കാൻ പാടില്ല. അപ്പോൾ ഒരാളുടെ മകളെ വിവാഹം കഴിക്കാൻ പാടില്ല, മകളുടെ മകളെ വിവാഹം കഴിക്കാൻ പാടില്ല, മകൻ്റെ മകളെ വിവാഹം കഴിക്കാൻ പാടില്ല. ഇനി എത്ര താഴോട്ട് പോയാലും അതൊന്നും പാടില്ല. പേരമക്കൾ 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 എത്ര താഴോട്ട് പോയാലും അവരെ വിവാഹം കഴിക്കാൻ പാടില്ല. ഇതിൻ്റെ തെളിവ് ഈ ആയത്താണ്, ഈ പറഞ്ഞ ആയത്താണ് അതിനുള്ള തെളിവ്. ഈ പറഞ്ഞത് ശരിയായ വിവാഹത്തിലൂടെയുള്ള മക്കളാണെങ്കിലും എന്തിനധികം അല്ലാഹു ആലം ശരിയായ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായം വ്യഭിചാരത്തിലൂടെയാണ് ഒരാൾക്കൊരു മകളുണ്ടായത് എങ്കിൽ പോലും ഒരു വിവാഹം കഴിക്കുന്നത് അനുവദനീയമല്ല. വ്യഭിചാരത്തിലൂടെ അല്ലാഹു കാത്തുരക്ഷമാറാകട്ടെ, അതിലൂടെ അവർക്ക് ഒരു മകളുണ്ടെന്ന് വിചാരിക്കുക, എങ്കിൽ പോലും വിവാഹം കഴിക്കുന്നത് അനുവദനീയമല്ല. മൂന്നാമത്തേത്, അപ്പോൾ നമ്മുടെ പൂർവികരെ പറഞ്ഞു, പിൻഗാമികളെ പറഞ്ഞു. ഇനി നമ്മളൊപ്പമുള്ള ആൾക്കാരാരാണ്? നല്ല അഖവാത്ത്, സഹോദരിമാരാണ്. ഹുർരിമത് അലൈക്കും ഉമ്മഹാതുക്കും വബനാതുക്കും വഖവാതുക്കും. നിങ്ങളുടെ സഹോദരിമാരെ വിവാഹം കഴിക്കുന്നത് നിഷിദ്ധമാണ്. സഹോദരിമാർ രണ്ട് രൂപത്തിലാണ്. ഒന്നല്ലെങ്കിൽ ഉപ്പയും ഉമ്മയും മൊത്ത സഹോദരി, എൻ്റെ ഉപ്പയുടെയും എൻ്റെ ഉമ്മയുടെയും മകളായി പിറന്ന എൻ്റെ നേരെ സഹോദരി. അതല്ലെങ്കിൽ എൻ്റെ ഉപ്പയുടെ മാത്രം വകയിൽ എനിക്കുണ്ടായ സഹോദരി. ഉപ്പ വേറെ വിവാഹം കഴിച്ചിട്ടുണ്ട്, അതിലൊരു മകൾ പിറന്നാൽ അവളെൻ്റെ സഹോദരിയാണ്, വിവാഹം കഴിക്കുന്നത് നിഷിദ്ധമാണ്. അല്ലെങ്കിൽ ഉമ്മ മറ്റൊരു വിവാഹം കഴിച്ചിരുന്നു, അതിലൊരു മകളുണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിൽ മകളുണ്ട്, ആ മകൾ എൻ്റെ സഹോദരിയാണ്. അപ്പോൾ ഉപ്പ വഴിയോ ഉമ്മ വഴിയോ സഹോദരിയാണ്, അല്ലെങ്കിൽ ഉപ്പയും ഉമ്മയും വഴി സഹോദരിയാണ്. അവരെ വിവാഹം കഴിക്കുന്നത് നിഷിദ്ധമാണ്. അപ്പോൾ മൂന്നാൾക്കാരായില്ലേ. നാലാമത്തേത് അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, വഅമ്മാതുക്കും, നിങ്ങളുടെ അമ്മത്തുകൾ. അമ്മത്ത് തന്നെ ഉപ്പയുടെ സഹോദരി, എന്താ പറയുക, അമ്മായി എന്ന് പറയും, എല്ലായിടത്തും അമ്മായി തന്നെ ആയിരിക്കും അല്ലേ. അമ്മാതുക്കും, നിങ്ങളുടെ അമ്മത്തുകൾ, നിങ്ങളുടെ ഉപ്പയുടെ സഹോദരിമാർ, അവർ വിവാഹം കഴിക്കുന്നത് നിഷിദ്ധമാണ്. അപ്പോൾ ഉപ്പയുടെ സഹോദരി എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉപ്പാക്ക് നേരെ സഹോദരി ഉണ്ടാകാം, അല്ലെങ്കിൽ വാപ്പയിലൂടെ സഹോദരി ഉണ്ടാകാം, ഉമ്മയിലൂടെ സഹോദരി ഉണ്ടാകാം. ഇതെല്ലാം നിഷിദ്ധമാണ്. അതുപോലെ തന്നെ ഉമ്മയുടെ ഉപ്പയുണ്ടാകാം, ഉമ്മയുടെ ഉപ്പയുടെ സഹോദരി നേരെ ഉപ്പാൻ്റെ സഹോദരി, സംശയമില്ല. അതേപോലെ ഉമ്മാൻ്റെ ഉപ്പയില്ലേ, വലിയപ്പ ഉപ്പയാണ്, ഉപ്പാൻ്റെ സഹോദരി ഈ പറഞ്ഞതിൽ ഉൾപ്പെടുന്ന വിവാഹബന്ധം നിഷിദ്ധമാണ്. അഞ്ചാമത്തേത് അൽ ഖാലാത്ത്. അല്ലാഹു പറഞ്ഞു ഖാലാത്തിക്കും, നിങ്ങളുടെ ഖാലത്തുകൾ. ഖാലത്ത് ഉപ്പാൻ്റെ സഹോദരി പറഞ്ഞു. ഇനി ആരുള്ളത്? ഉമ്മാൻ്റെ സഹോദരി. ഉമ്മാൻ്റെ സഹോദരിക്ക് എന്താ പറയുക? ഒന്നല്ലേ ഏളാമ്മ എന്ന് പറയും, അല്ലെങ്കിൽ മൂത്തമ്മ എന്ന് പറയും അല്ലേ. ഉമ്മാൻ്റെ ജ്യേഷ്ഠത്തിയാണെങ്കിൽ എല്ലായിടത്തും അങ്ങനെ തന്നെ ആയിരിക്കണം. ഉമ്മയുടെ മൂത്ത സഹോദരിയാണെങ്കിൽ മൂത്തമ്മയാണ്, ഉമ്മയുടെ താഴെയുള്ള സഹോദരിയാണെങ്കിൽ ഇളയമ്മയാണ്. അവരെ വിവാഹം കഴിക്കുന്നത് നിഷിദ്ധമാണ്. അപ്പോൾ ഉമ്മയുടെ സഹോദരി നേരത്തെ പറഞ്ഞ പോലെ തന്നെ
ഉമ്മാക്ക് ഉപ്പയൊത്ത സഹോദരി ഉണ്ടാകാം, ഉമ്മയൊത്ത സഹോദരി ഉണ്ടാകാം, ഉപ്പയും ഉമ്മയുമൊത്ത സഹോദരി ഉണ്ടാകാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ തിരിച്ചും ഉണ്ടാവും. ഉപ്പയുടെ ഉമ്മ അവർക്ക് സഹോദരി ഉണ്ടാകാം. മനസ്സിലായി പറഞ്ഞേ. ആറാമത്തേത് വബനാതുൽ അഖ്, എൻ്റെ സഹോദരൻ്റെ മക്കൾ എനിക്ക് നിഷിദ്ധമാണ്. ബനാതുൽ അഖ്, സഹോദരൻ്റെ മക്കൾ. എനിക്ക് സഹോദരനുണ്ട്. സഹോദരൻ രണ്ട് രൂപത്തിലുണ്ടാവാം. ഉപ്പയുമ്മയത്തെ സഹോദരനുണ്ടാകാം, ഉപ്പയത്തെ സഹോദരനുണ്ടാകാം, ഉമ്മയത്തെ സഹോദരൻ മാത്രം. അവരുടെ മക്കൾ വിവാഹം കഴിക്കാൻ എനിക്ക് നിഷിദ്ധമാണ്. വബനാതുൽ ഉഖ്ത്, അതുപോലെ തന്നെ സഹോദരിയുടെ മക്കളുണ്ട്, എനിക്ക് സഹോദരി ഉണ്ട് എങ്കിൽ എനിക്ക് നേരെ സഹോദരി ഉണ്ടാവും. ഉപ്പത്തെ സഹോദരി ഉണ്ടാവും, ഉപ്പത്തെ സഹോദരി, ഉമ്മത്തെ സഹോദരി. ഇതിൽ പറഞ്ഞ് ഏത് സഹോദരിമാരാണെങ്കിലും അവരുടെ പെൺമക്കൾ എനിക്ക് നിഷിദ്ധമാണ്. മനസ്സിലായി പറഞ്ഞത്? ഇതാണ് രക്തബന്ധത്തിലൂടെ നിഷിദ്ധമാകുന്ന ബന്ധങ്ങൾ. എളുപ്പമല്ലേ ഈ പറഞ്ഞത്? ഇനി രണ്ടാമത്തേത് വിവാഹബന്ധത്തിലൂടെ നിഷിദ്ധമാകുന്നതാണ്. ഒരാൾ വിവാഹം കഴിക്കുന്നതിലൂടെ നിഷിദ്ധമാകുന്ന ബന്ധങ്ങൾ. ഇത് 4 പേരുണ്ട്. ഒന്നാമത്തേത് വാപ്പ വിവാഹം കഴിച്ച സ്ത്രീ. വാപ്പയുടെ വാപ്പല്ല, പറഞ്ഞപ്പോൾ നിർത്തിപ്പോയതാണ്. വാപ്പ വിവാഹം കഴിച്ച സ്ത്രീ ആരാണോ അവർ വിവാഹം കഴിക്കുന്നത് നിഷിദ്ധമാണ്. ജഹലിയ കാലഘട്ടത്തിൽ അതുണ്ടായിരുന്നു. വാപ്പ കല്യാണം കഴിച്ച സ്ത്രീയെ മകൻ ചിലപ്പോൾ വാപ്പ ഒഴിവാക്കിയാൽ വിവാഹം കഴിക്കുമായിരുന്നു. വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലാ തൻകിഹു മാ നകഹ ആബാഉകും മിനൻ നിസാഇ ഇല്ലാ മാ ഖദ് സലഫ് ഇന്നഹു കാന ഫാഹിശതൻ വമഖ്തൻ വസാഅ സബീല. വിചാരത്തെക്കാൾ കുറിച്ച് പറഞ്ഞ് ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീല എന്നാണ്. ഇവിടെ അള്ളാഹു കൂടുതൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ പിതാക്കന്മാർ വിവാഹം കഴിച്ച സ്ത്രീകളെ നിങ്ങൾ വിവാഹം കഴിക്കരുത്. അത് ഫാഹിഷത്താണ്, വൃത്തികേടാണ്. വമഖ്തൻ, അള്ളാഹുവിൻ്റെ കോപമുണ്ടാക്കുന്ന കാര്യമാണ്. വസാഅ സബീല, മോശമായ തെറ്റായ വഴിയാണ്, ശരിയല്ലാത്ത വഴിയാണ്. ഇത് അതായത് പിതാവ് വിവാഹം കഴിച്ച ഏത് സ്ത്രീയാണെങ്കിലും വിവാഹം കഴിച്ചു, പിതാവ് വിവാഹം കഴിച്ചു നേരത്തെ വീട് കൂടിയില്ല, അതിനു മുൻപ് തലാഖ് ചൊല്ലി അവർ വിവാഹം കഴിക്കാൻ പാടുണ്ടോ? പാടില്ല. ജസ്റ്റ് വിവാഹം കഴിച്ചിട്ടേ ഉള്ളൂ, വീട് കൂടിയിട്ടില്ല. ഒരാളുടെ പിതാവ് വിവാഹം കഴിച്ചയാൾ സ്ത്രീ അവരുമായി വീട് കൂടിയിട്ടില്ലെങ്കിൽ പോലും, വീട് കൂടാന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ, അവർ രണ്ടുപേരും ഒരു മുറിയിൽ കുറച്ച് നേരം തനിച്ചായിട്ടില്ല എങ്കിൽ പോലും അവർ വിവാഹം കഴിക്കുന്നത് നിഷിദ്ധമാണ്. 2 ഉമ്മു സൗജ, ഭാര്യയുടെ ഉമ്മ, എന്താ പറയുക, അമ്മായിയമ്മ വിവാഹം കഴിക്കുന്നത് നിഷിദ്ധമാണ്. നീ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു, അവളുമായി വീട് കൂടിയിട്ടില്ല, കല്യാണം അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ, ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നു, ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നു, നിനക്ക് വിവാഹം കഴിച്ചു തന്നു. നീ സ്ത്രീയെ കണ്ടിട്ടില്ല, വീട് കൂടിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല എങ്കിൽ പോലും നിൻ്റെ ഭാര്യയുടെ ഉമ്മ അതോടുകൂടി നിനക്ക് ഹറാമായി. ഇനി ഒരിക്കലും അവരെ കല്യാണം കഴിക്കാൻ പാടില്ല. എത്ര കാലം ഉണ്ടെങ്കിലും ഒരു കാലത്തും, ഞാൻ നേരത്തെ പറഞ്ഞത് തുടക്കത്തിൽ പറഞ്ഞില്ലേ, ഇതോടുകൂടി അവർ പിന്നെ കാലാകാലം ഹറാമായി. നീ തലാഖ് ഇല്ലാലും ഈ വിധി മാറില്ല. വിധി എല്ലാ കാലത്തും ഇനി ഒന്ന് തന്നെ, അവർ വിവാഹം കഴിക്കാൻ പാടില്ല. അമ്മായിയമ്മയെ വിവാഹം കഴിക്കാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ പറഞ്ഞു, ഹുർരിമത് അലൈക്കും എന്ന ആയത്തിൽ അല്ലാഹു പറഞ്ഞു, ഉമ്മഹാതു നിസാഇക്കും, നിങ്ങളുടെ ഭാര്യമാരുടെ ഉമ്മമാർ അവർ നിങ്ങൾക്ക് നിഷിദ്ധമാണ്. അപ്പോൾ അമ്മായിയമ്മക്ക് മരുമകൻ എന്താണ്? മഹറമാണ്. അമ്മായിയമ്മക്ക് മരുമകൻ മഹറമാണ്. ഉപ്പയുടെ ഭാര്യ അവർക്ക് നീ മഹറമാണ്. എൻ്റെ ഉപ്പയുടെ ഭാര്യ, നിൻ്റെ ഉമ്മല്ലെങ്കിലും. മൂന്നാമത്തേത്, ഒരാളുടെ മകൻ വിവാഹം കഴിച്ച സ്ത്രീ, ഒരാളുടെ മകൻ വിവാഹം കഴിച്ച സ്ത്രീ അയാൾക്ക് നിഷിദ്ധമായിരിക്കും. ഒരാളുടെ മകൻ വിവാഹം കഴിച്ച സ്ത്രീ, എൻ്റെ മകൻ വിവാഹം കഴിച്ച പെൺകുട്ടി എനിക്ക് ഹറാമാണ്. എങ്ങനെ ഹറാമാണ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, വിവാഹം കഴിച്ചു, വീട് കൂടിയിട്ടില്ല എങ്കിൽ പോലും ഹറാമാണ്. വീട് കൂടിയാൽ എന്തായാലും ഹറാമാണ്. വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഹലായിലു അബ്നാഇക്കും അല്ലദീന മിൻ അസ്ലാബിക്കും, നിങ്ങളുടെ രക്തത്തിൽ നിന്ന് പിറന്ന നിങ്ങളുടെ മക്കൾ, അവരുടെ ഭാര്യമാർ നിങ്ങൾക്ക് ഹറാമാണ്. അപ്പോൾ മക്കളുടെ ഭാര്യമാർ നിഷിദ്ധനാണ്. മക്കൾ തലാഖില്ലാൽ പോലും. മകൻ വിവാഹം കഴിച്ചു, ഉടനെ വീട് കൂടുന്നതിന് മുൻപ് തലാഖ് ചൊല്ലി എങ്കിൽ പോലും അവർ നിഷിദ്ധരാണ്.
ഇവിടെ മക്കളെന്ന് പറയുമ്പോൾ രണ്ട് തരത്തിൽ മക്കളുണ്ടാവാം. ഒന്ന് രക്തബന്ധത്തിലൂടെയുള്ള മക്കൾ, ഇത് പ്രത്യേകം പറയേണ്ടതില്ല, നിഷിദ്ധമാണ്. രണ്ട് മുലകുടി ബന്ധത്തിലൂടെ ഉണ്ടാകുന്ന മക്കൾ, അവർ വിവാഹം കഴിച്ച സ്ത്രീകളും നിഷിദ്ധരാണ്. മനസ്സിലായില്ലേ പറഞ്ഞേ? മുലകുടി ബന്ധത്തിലെ മക്കൾ എങ്ങനെ ഉണ്ടാവില്ലേ? ഒരു സ്ത്രീ അവൾ ഒരു കുട്ടിക്ക് മുല കൊടുത്തു. ആ സ്ത്രീ അവൾക്ക് മുല കൊടുക്കുന്ന സമയത്ത് അവളുടെ ഭർത്താവ് ആരാണോ ആ ഭർത്താവിൻ്റെ മകൻ കൂടിയാണ്, അതായത് മുലകുടി ബന്ധത്തിലെ മകനായിരിക്കും ഈ കുട്ടി. മനസ്സിലായി ഞാൻ പറഞ്ഞത്? ഒരു സ്ത്രീ 2 വിവാഹം കഴിച്ചു എന്ന് വിചാരിക്കാം. ഒരു തവണ ഒരാൾ വിവാഹം കഴിച്ചു, പിന്നെ ഒരാൾ വിവാഹം കഴിച്ചു. രണ്ടാമത്തെ ഭർത്താവിൻ്റെ കീഴിലായിരിക്കുമ്പോൾ ഒരു കുട്ടിക്ക് മുല കൊടുത്തു. ആ കുട്ടി മുലകുടി ബന്ധത്തിൽ ഏത് ഭർത്താവിൻ്റെ മകനാണ്? രണ്ടാമത്തെ ഭർത്താവ്, ഒന്നാമത്തെ ഭർത്താവിൻ്റെയോ? മനസ്സിലായില്ല. ഒരു സ്ത്രീ ഒരാൾ വിവാഹം കഴിച്ചു, തലാഖിൽ. രണ്ടാമതൊരാൾ വിവാഹം കഴിച്ചു. ഈ രണ്ടാമത്തെ ആൾ വിവാഹം കഴിച്ചപ്പോൾ അതിലൊരു കുട്ടി ഉണ്ടായി. അപ്പോൾ സ്ത്രീക്ക് മുലപ്പാലുണ്ട്. ആ സന്ദർഭത്തിൽ അവൾ ഒരു കുട്ടിക്ക്, മറ്റൊരു കുട്ടിക്ക് മുലപ്പാൽ കൊടുത്തു. ആ കുട്ടി, മുലപ്പാൽ കുടിച്ച കുട്ടി, അത് ആരുടെ മുലകുടി ബന്ധത്തിലെ മകനാണ്? ഈ സ്ത്രീക്ക് എന്തായാലും മകനാണ്, സംശയമല്ല. രണ്ടാമത്തെ ഭർത്താവിൻ്റെ മകനാണ്. മനസ്സിലായി ഞാൻ പറഞ്ഞത്? ഒന്നാമത്തെ ആൾക്കത് അവകാശമില്ല. കാരണം അയാളിലൂടെയല്ല ഈ മുലപ്പാലുണ്ടായത്. മുലപ്പാലുണ്ടായത് ആര് മുഖേനയാണോ എന്ന് പറഞ്ഞാൽ ആരുടെ കുട്ടിയാണോ, തലാഖില്ലി എന്ന് പറയുന്ന ഉദാഹരണത്തെക്കാൾ ചിലപ്പോൾ നന്നാവുക, ആരുടെ കാരണമാണോ മുലപ്പാലുണ്ടായത് അവരുടെ മകനായിരിക്കും. ചിലപ്പോൾ തലാഖില്ലതിന് ശേഷം ഈ സ്ത്രീക്ക് ചിലപ്പോൾ മുലപ്പാലുണ്ടായിരിക്കാം. അപ്പം ആ മുലപ്പാൽ ആര് കാരണമാണോ ഉണ്ടായത് അവരുടെ മകനായിരിക്കും. അവർ വിവാഹം കഴിക്കാൻ പാടില്ല. ഇവിടെ വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം ഹലായിലു അബ്നാഇക്കും അല്ലദീന മിൻ അസ്ലാബിക്കും എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞത് ജാഹിലിയ കാലഘട്ടത്തിൽ വളർത്തുമക്കളുടെ ഭാര്യമാരെ വിവാഹം കഴിക്കുന്നത് അവർ മോശമായി കണ്ടിരുന്നു. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം രക്തബന്ധം എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞത്. അല്ലെങ്കിൽ മുലകുടി ബന്ധവും ഈ പറഞ്ഞ ആയത്തിൽ ബാധകമാണ്. ഇവിടെ വെറും രക്തബന്ധം മാത്രമല്ല. അപ്പോൾ 3 ആളുകൾ പറഞ്ഞില്ലേ? 3 ആളുകൾ ആരൊക്കെയാണ്? ആലോചിച്ച് നോക്കൂ, പെട്ടെന്ന് എളുപ്പത്തിൽ മനസ്സിലാവും. വിവാഹബന്ധം, വാപ്പ കല്യാണം കഴിച്ചത് പാടില്ല. പിന്നെ മകൻ കല്യാണം കഴിച്ചത് പാടില്ല. നീ കല്യാണം കഴിച്ച സ്ത്രീയുടെ ഉമ്മയെ പാടില്ല. നമുക്കിതൊക്കെ വിവാഹബന്ധമല്ലേ? വാപ്പ കെട്ടിയത്, നീ കെട്ടിയത്, പിന്നെ മകൻ കെട്ടിയത്. വളരെ എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. വാപ്പ കല്യാണം കഴിച്ചത്, നീ കല്യാണം കഴിച്ചത്, പിന്നെ നിൻ്റെ മകൻ കല്യാണം കഴിച്ചത്. ഓക്കെ, ഈ 3 ആളുകളെ വിവാഹം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിവാഹബന്ധം ഉറച്ചാൽ അതോടുകൂടി അവരുമായിട്ടുള്ള വിവാഹം നിഷിദ്ധമായി. 4മതൊരാളുണ്ട്, അവരുടെ വിധിയിൽ വ്യത്യാസമുണ്ട്. അവരെക്കുറിച്ച് അള്ളാഹു പറഞ്ഞു, വറബാഇബുക്കും ഉല്ലാത്തി ഫി ഹുജൂരിക്കും. റബാഇബ് എന്ന് പറഞ്ഞാൽ ഒരാളൊരു സ്ത്രീ വിവാഹം കഴിച്ചു. ഞാൻ എളുപ്പത്തിന് വേണ്ടി എൻ്റെ ഉദാഹരണം പറയാം. ഞാനൊരു സ്ത്രീ വിവാഹം കഴിച്ചു. ആ സ്ത്രീക്ക് ഒരു കുട്ടിയുണ്ട് എന്ന് വിചാരിക്കാം. മുന്നേ വിവാഹം കഴിച്ചാൽ ബന്ധത്തിൽ കുട്ടിയുണ്ടെന്ന് വിചാരിക്കാം. ഞാൻ ആ സ്ത്രീയുമായി വിവാഹം കഴിക്കുകയും വീട് കൂടുകയും ചെയ്താൽ അവളുടെ മകൾ എനിക്ക് നിഷിദ്ധമാണ്. മനസ്സിലായി പറഞ്ഞത്? മനസ്സിലായി? ഞാൻ ഒരു പെൺകുട്ടി വിവാഹം കഴിച്ചു. ആ പെൺകുട്ടിക്ക് മുന്നേ ഒരു കുട്ടി ഉണ്ടായിരുന്നു, പെൺകുട്ടി ഉണ്ടായിരുന്നു, വേറെ ബന്ധത്തിലുള്ള. ഞാൻ അവളുമായി വീട് കൂടിയാൽ, ഈ ഭാര്യയുമായി വീട് കൂടിയാൽ അതോടുകൂടി അവളുടെ മുൻപുള്ള കുട്ടി എനിക്ക് വിവാഹം കഴിക്കുന്നത് നിഷിദ്ധമായി. വീട് കൂടിയിട്ടില്ലെങ്കിലോ? വീട്ടിൽ അനുവദനീയമാണ്. എൻ്റെ കുട്ടിയല്ല, പെൺകുട്ടിയുടെ കുട്ടി. ഇതിൽ വരും. എൻ്റെ കുട്ടിക്ക് ഇല്ല, പറ്റില്ല. നേരത്തെ പറഞ്ഞില്ലേ, എൻ്റെ മകനൊരിക്കൽ പിന്നെ ഞാൻ കല്യാണം കഴിച്ച സ്ത്രീയെ പാടില്ല. നേരത്തെ പറഞ്ഞില്ലേ? അവിടേക്ക് വരാം. ഈ പറഞ്ഞ് മനസ്സിലായില്ലേ? ഇതന്നെ ഇങ്ങനെ തല പുകഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. ഞാനിത് പറയാവുന്നതിന് മുൻപ് തന്നെ ഇത് കുറേ വീട്ടുകാരൊപ്പം ഇരുന്നിട്ട് പറഞ്ഞ് ശരിയാക്കിയിട്ടാണ് അങ്ങോട്ട് മാറിപ്പോകുന്നത്. അപ്പോൾ മനസ്സിലായി ഞാൻ പറഞ്ഞത്? എൻ്റെ ഉപ്പ വിവാഹം കഴിച്ചത്, ഞാൻ വിവാഹം കഴിച്ചത്, എൻ്റെ മകൻ വിവാഹം കഴിച്ചത്, ഇത് 3 മനസ്സിലായി. 4മത്തെ ഞാൻ വിവാഹം കഴിച്ചു, പക്ഷേ ആ വിവാഹം കഴിച്ച സ്ത്രീക്ക് ഒരു മകളുണ്ടായിരുന്നു. അവളുമായി ഭാര്യയുമായി വീട് കൂടാത്തിടത്തോളം ഈ പെൺകുട്ടി അനുവദനീയമാണ്. വീട് കൂടിയാൽ മാത്രമാണ് അവർ നിഷിദ്ധമാവുക. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ 4 ആൾക്കാർ മാത്രമേ വിവാഹബന്ധത്തിലൂടെ നിഷിദ്ധമാകുന്നുള്ളൂ.
ഇതല്ലാത്ത നിൻ്റെ ഭാര്യയുടെ കുടുംബത്തിൽപ്പെട്ടവരൊക്കെ നിനക്ക് വിവാഹബന്ധം സ്ഥിരമായി നിഷിദ്ധമാകുന്നവരല്ല. എല്ലാ കാലത്തേക്കും നിഷിദ്ധമാവുന്നത് ആകെ ഈ 4 പേര് മാത്രമേ ഉള്ളൂ. അവർ മാത്രമേ എന്താവുള്ളൂ, മഹറമാവുള്ളൂ. മനസ്സിലായില്ലേ? ബാക്കി ചില ആൾക്കാർ വിവാഹബന്ധം നിഷിദ്ധാവുന്നവരുണ്ട്, പക്ഷെ താൽക്കാലികമാണ്, അവർ മഹറമല്ല. ഉദാഹരണത്തിന് നിൻ്റെ ഭാര്യയുടെ എളാമ, അവരെ കല്യാണം കഴിക്കാൻ പാടില്ല. നിൻ്റെ ഭാര്യ വിവാഹം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, നിൻ്റെ ഭാര്യ നിലവിൽ അവൾ നിൻ്റെ ഭാര്യയായിരിക്കെ ഭാര്യയുടെ എളാമ നിനക്ക് നിഷിദ്ധമാണ്, പക്ഷെ അത് എല്ലാ കാലത്തേക്കുമുള്ള. അതേപോലെ ഭാര്യയുടെ സഹോദരി നിനക്ക് നിഷിദ്ധമാണ്, പക്ഷെ മഹറമാണോ? ആൾക്കാർ ചില മനസ്സിലാക്കാത്ത വിഷയമാണിത്. എൻ്റെ മഹറമല്ലേ, എൻ്റെ പെങ്ങളെ പോലെ തന്നെയല്ലേ? എൻ്റെ പെങ്ങളല്ല, അവൾ നിനക്ക് അന്യയാണ്. നിൻ്റെ ഭാര്യ മരണപ്പെട്ടാൽ അല്ലെങ്കിൽ നീ അവളെ തലാഖ് ചൊല്ലിയാൽ വിവാഹം കഴിക്കുന്നതിന് അനുവദനീയമാണ്. അവളുടെ ഇദ്ദ കാലാവധി കഴിഞ്ഞാൽ തലാഖ് ചൊല്ലിയിട്ടാണെങ്കിൽ. അപ്പോൾ 2 കാര്യം കഴിഞ്ഞു. മൂന്നാമത്തേത് മുലകുടി ബന്ധത്തിലൂടെ നിഷിദ്ധമാകുന്ന ബന്ധങ്ങളാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ എളുപ്പത്തിൽ മുലകുടി ബന്ധത്തിലൂടെ നിഷിദ്ധമാകുന്ന ആളുകൾ ആരൊക്കെയാണ് എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അവിടെ നിന്ന് പറഞ്ഞു, യഹ്റുമു മിന റദാഅതി മാ യഹ്റുമു ബിന്നസബ്. രക്തബന്ധത്തിലൂടെ നിഷിദ്ധമാകുന്ന ബന്ധങ്ങളെല്ലാം മുലകുടി ബന്ധത്തിലൂടെ നിഷിദ്ധമാകും. അപ്പോൾ രക്തബന്ധത്തിൽ നമ്മൾ ആരൊക്കെ നിഷിദ്ധമാകുമെന്ന് പറഞ്ഞു, അതൊക്കെ മുലകുടി ബന്ധത്തിൽ നിഷിദ്ധമാകും. മുലകുടി ബന്ധത്തിലൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക, കാലാകാലത്തേക്കുള്ള ബന്ധമാണ്, വിവാഹബന്ധമാണ് ഈ നിഷിദ്ധമാകുന്നത്. പണ്ട് കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ വീടുകളിൽ, കുടുംബങ്ങളിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മുല കൊടുക്കുക എന്നുള്ളത് ധാരാളം വ്യാപകമായിരുന്നു. അതിന് ചില ഉപകാരങ്ങളുണ്ട് താനും. ഉദാഹരണത്തിന് ഈ കാലഘട്ടത്തിൽ ആളുകൾ ശ്രദ്ധിക്കാത്ത ബന്ധങ്ങളിലൊന്നാണ് ഈ കസിൻ സിസ്റ്റർ ബന്ധം. കസിൻ ബ്രദറും കസിൻ സിസ്റ്ററും ഇത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മുല കൊടുത്തു കഴിഞ്ഞാൽ അവർ സഹോദരങ്ങളാണ്. പിന്നെ അവർക്ക് ഇടപഴകുന്നതിൽ പ്രശ്നമില്ല. നിൻ്റെ സഹോദരൻ്റെ ഭാര്യയും നിൻ്റെ ഭാര്യയും ഒരേ സമയത്താണ് പ്രസവിക്കുന്നത് എങ്കിൽ നിൻ്റെ മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും മുല കൊടുത്തു കഴിഞ്ഞാൽ നിൻ്റെ കുട്ടി നിൻ്റെ സഹോദരൻ്റെ മക്കൾക്കെല്ലാം സഹോദരങ്ങളായി. പ്രത്യേകം ശ്രദ്ധിക്കുക, മുല കുടിച്ച കുട്ടി മാത്രമാണ് കേട്ടോ, ബാക്കി എല്ലാ മക്കളും അതോടുകൂടി ആവില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക, മുല കുടിച്ച കുട്ടി മാത്രമേ സഹോദരമാവണം. മഹറമായി, അതോടുകൂടി മഹറമായി. ഒരു തെറ്റില്ല. മഹർ മാത്രമല്ല, അത് നേർക്ക് നേരെ മഹറമിൻ്റെ അവസ്ഥയിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ഹദീസുകൾ ഈ സന്ദർഭത്തിൽ പറയുന്നില്ല. അവിടുന്ന് അവരുടെ വീട്ടിൽ പ്രവേശിച്ച സമയങ്ങളുണ്ട്, ഒറ്റക്കായ സമയങ്ങളുണ്ട്, ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവർ നേർക്ക് നേരെ സഹോദരനെ പോലെ തന്നെ ഉദ്ദേശത്തിനും. അതൊരു ഉദ്ദേശമാവില്ലത്തെ തെറ്റ്. അപ്പോൾ ഇത് ചെയ്താൽ നിങ്ങൾക്ക് എന്തായാലും ഇത് ലഭിക്കും, നിങ്ങൾ ഉദ്ദേശിച്ചാലും ഇല്ലെങ്കിലും. അടുത്ത് പെരുമാറാൻ ഫിത്തിനെ പേടിച്ചുകൊണ്ടാണ് എങ്കിൽ എല്ലാ ബന്ധവും, അത് രക്തബന്ധങ്ങൾ വരെ നിഷിദ്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? ഉഫർരിഖു ബൈനഹും ഫിൽ മദാജി. നേരെ മക്കളെ കുറിച്ചല്ലേ പറഞ്ഞത്, ഒരേ വിരിപ്പിൽ കിടത്തരുതെന്ന് പറഞ്ഞത്. അത് അവനെൻ്റെ മക്കളെ കുറിച്ചല്ലേ പറഞ്ഞത്, അതുവരെ പാടില്ല എന്നാണ്. ഫിത്തിനെ ഭയക്കുന്ന സന്ദർഭത്തിൽ ഇപ്പോൾ ഉദാഹരണത്തിന് അമ്മായിയമ്മ, അതല്ലെങ്കിൽ പിന്നെ അമ്മോഷൻ, ഇവരൊക്കെ ഒറ്റയ്ക്കാവുന്ന സമയത്ത് നിങ്ങൾ ഫിത്തിനെ ഭയക്കുന്നത് പാടില്ല, ഹറാമാണ്. ശറഅ അനുവദിച്ച ഉദ്ദേശമാണത്. പുറത്തുള്ള ആൾക്കാർ വരെ അങ്ങനെ ചെയ്തിട്ടില്ല അന്ന് കാലത്ത്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞ കുടുംബത്തിലാണ്. കുടുംബത്തിലല്ലാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുലകുടി ബന്ധങ്ങളുണ്ടായിരുന്നു, ചിലത് കുടുംബ ബന്ധങ്ങൾ അല്ലാത്തത് വരെ ഉണ്ടായിരുന്നു. ഹലീമത്ത് സാദിയ അവർ മുല കൊടുത്തത് മക്കൾ. അപ്പോൾ അതോടുകൂടി എന്തായി, വിവാഹബന്ധം നിഷിദ്ധമായി. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനും ഓർമ്മയിൽ വെക്കാനും ഒക്കെ പറയാറുണ്ടായിരുന്നതാണ്. ആൾക്കാർ വിവാഹം കഴിച്ചു പോകാതിരിക്കാൻ വേണ്ടി, അറിയാതെ മുലകുടി ബന്ധത്തിലൂടെ വിവാഹം കഴിച്ചു പോകാതിരിക്കാൻ വേണ്ടി. അങ്ങനെ വിവാഹബന്ധം പിരിച്ച സംഭവങ്ങൾ സഹാബത്തിൻ്റെ കാലത്ത് ഉണ്ടായിട്ടുണ്ട്. കല്യാണം കഴിച്ചിട്ട് മുന്നേ അറിയാതെ വിവാഹം കഴിച്ചു. ഒരാളത് ഉദ്ദേശിച്ചാലും ഇല്ലെങ്കിലും അയാൾക്ക് ലഭിക്കുന്ന കാര്യമാണ്. പക്ഷേ മിങ്കിളാവാന്ന് ചോദിച്ചാൽ എന്താ എനിക്ക് മനസ്സിലായി, അങ്ങനെ പ്രത്യേകിച്ച് മിങ്കിളാക്കാന്നല്ലാതെ അത് അവനവൻ്റെ രക്തബന്ധത്തിലുള്ള ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടി ആൺകുട്ടിയാണ്, പെൺകുട്ടി പെൺകുട്ടിയാണ്. ആ അതിർവരമ്പുകൾ മക്കൾക്കിടയിൽ എപ്പോഴും പാലിച്ചുകൊണ്ടേയിരിക്കണം. പെൺകുട്ടികളുടെ ഔറത്ത് ആൺകുട്ടികൾ കാണാതിരിക്കാൻ ശ്രദ്ധിക്കണം. അത് ചെറിയ പ്രായം മുതലേ ശീലിപ്പിക്കേണ്ട മര്യാദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ പ്രായത്തിൽ അവിടത്തേക്ക് ഔറത്ത് ശ്രദ്ധിക്കുക എന്ന് അവിടത്തേക്ക് നൽകപ്പെട്ട കാര്യമായിരുന്നു. ഔറത്ത് ശ്രദ്ധിക്കുക, കൂടിക്കലരുമ്പോഴുണ്ടാകുന്ന ഫിത്നകൾ എല്ലാ കുട്ടികളുടെ കാര്യത്തിലും ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ രക്തബന്ധത്തിലൂടെ നിഷിദ്ധമാകുന്നതെല്ലാം മുലകുടി ബന്ധത്തിലൂടെയും നിഷിദ്ധമാകും. മുലകുടി ബന്ധത്തിൽ നിഷിദ്ധമാകണമെങ്കിൽ ചില നിയമങ്ങളുണ്ട്. എന്തൊക്കെയാണ്?
ചെറിയ പ്രായത്തിൽ 2 വർഷത്തിൻ്റെ പരിധിക്കുള്ളിൽ, അത് മുല കുടിക്കുന്ന സ്ത്രീയുടെ പാല് 2 വർഷത്തിനുള്ളിൽ, സ്ത്രീക്ക് മുലപ്പാൽ വന്നതിന് 2 വർഷത്തിന് ഉള്ളിൽ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ, അത് മുല കുടിക്കുന്ന പ്രായത്തിലുള്ള കുട്ടിയായിരിക്കുമ്പോൾ 5 തവണ ഏറ്റവും ചുരുങ്ങിയത് കുട്ടി സ്ത്രീയുടെ മാറിടത്തിൽ നിന്ന് മുലപ്പാൽ വലിച്ചെടുത്ത് കുടിക്കണം. അത് ഉറപ്പ് വരുത്തണം. ഒരു തവണ എന്തോ കുടിച്ചു, അത് എത്ര അറിയില്ല, ഉറപ്പ് വരുത്തണം. ഇത്ര കുടിച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വന്നാൽ മാത്രമേ ആ മുലകൂടി ബന്ധം സ്ഥിരപ്പെടുകയുള്ളൂ. അത് കൃത്യമായ കണക്കും മറ്റുമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എത്രയും പറഞ്ഞു? 3 കാര്യം പറഞ്ഞില്ലേ? ഏതൊക്കെയാണ് 3 കാര്യം? രക്തബന്ധം, വിവാഹബന്ധം, മുലകൂടി ബന്ധം. 4ാമത്തെ ഒരൊറ്റ ബന്ധം കൂടിയുള്ളത്. 4ാമത്തെ ബന്ധം വ്യത്യസ്തമാണ്. ലിആനുമായി ബന്ധപ്പെട്ട വിധിയാണത്. ലിആൻ എന്ന് പറഞ്ഞാൽ ഒരാൾ തൻ്റെ ഭാര്യയെക്കുറിച്ച് വ്യഭിചാര ആരോപണം ഉന്നയിക്കുക എന്നതാണ്. അതിൻ്റെ വിധിവിലക്കൽ വിശദമായിട്ടുണ്ട്. ഒരാൾക്ക് തൻ്റെ ഭാര്യയെക്കുറിച്ച് വ്യഭിചാര ആരോപണം ഉന്നയിക്കേണ്ടി വന്നു. അയാൾക്ക് 4 സാക്ഷികളില്ല. അപ്പോൾ അയാൾക്ക് തൻ്റെ ഭാര്യയെക്കുറിച്ച് അവൾ വിചാരിച്ചതായി അയാൾ കണ്ടു എന്ന് വിചാരിക്കാൻ അയാൾ ആരോപിക്കാൻ, അയാൾ കള്ളനാണോ സത്യമാണോ അത് വേറെ വിഷയം. ഇപ്പോൾ ഭാര്യയെക്കുറിച്ച് വ്യഭിചാര ആരോപണം ഉന്നയിക്കുക എന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ലിആനിൻ്റെ വിധി വരുന്നത്. വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നൂറിൽ അതിൻ്റെ വിധി അള്ളാഹു വിശദമായി പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയാണത് പറയേണ്ടത്. അപ്പോൾ ലിആൻ അതിന് എങ്ങനെയാണത് പറയേണ്ടത് അതിൻ്റെ വിധിയിലേക്ക് ഞാൻ പോകുന്നില്ല. ലിആൻ നടത്തിയെന്ന് വിചാരിക്കാം. ലിആൻ എന്ന് പറഞ്ഞാൽ ശാപപ്രാർത്ഥന. ഇവൾ ഇത് ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ സത്യം പറയുന്നു, ഞാൻ കളവാണ് പറയുന്നത് എങ്കിൽ അള്ളാഹുവിൻ്റെ ശാപം എൻ്റെ മേലുണ്ടാകട്ടെ എന്ന് പറയുന്ന പ്രാർത്ഥന. ഇത് ഒരാൾ ചെയ്താൽ, ഭാര്യ വ്യഭിചാരാരോപണം അംഗീകരിച്ചാൽ, ഇസ്ലാമിക വിധി എന്താണ്? ഇസ്ലാമിക രാജ്യത്താണെങ്കിൽ വിവാഹിതയായ സ്ത്രീ വ്യഭിചരിച്ചാൽ എറിഞ്ഞു കൊല്ലപ്പെടുക എന്നുള്ള അവളുടെ വിധി. അവളത് അംഗീകരിച്ചിട്ടില്ലെങ്കിലോ? അവൾ അംഗീകരിച്ചില്ല, അവൾ പറയണം ഞാൻ വിചാരിച്ചിട്ടില്ല. അപ്പോൾ അവളും ഇതേപോലെ തന്നെ ശപഥം ചെയ്യണം. എന്നിട്ട് ഇയാൾക്കെതിരെ ശാപപ്രാർത്ഥന നടത്തണം. ഇയാൾ പറയുന്നത് കളവാണെങ്കിൽ ഇത് ഒരു ഖാദിയുടെ മുൻപിൽ, ഒരു ഹാക്കിമായ ഒരു ഇസ്ലാമിക കോടതിയിലെ ഒരു ജഡ്ജിയുടെ മുൻപിൽ വെച്ച് നടന്നു കഴിഞ്ഞാൽ അതോടുകൂടി ഭാര്യയെയും ഭർത്താവിനെയും വേർപിരിക്കും. അവരുടെ ബന്ധം അതോടുകൂടി മുറിഞ്ഞു, വിവാഹബന്ധം മുറിഞ്ഞു. അയാൾ 2 ദിവസം കഴിഞ്ഞിട്ട് പറയും ഞാൻ പറഞ്ഞ് കളവ് വരുന്നതെന്ന് പറഞ്ഞാലും അതോടുകൂടി വിവാഹബന്ധം മുറിഞ്ഞു. ഇനി അയാൾക്ക് വിവാഹം കഴിക്കാൻ പറ്റില്ല. അല്ല 2 ദിവസം കഴിഞ്ഞിട്ട് പറയും ഞാനത് അപ്പത്തെ ഇതിൽ പറഞ്ഞു പോയതെന്ന് പറഞ്ഞാലും ഇല്ല. പിന്നെ അവളെ വിവാഹം കഴിക്കാൻ അവന് അനുവാദമില്ല. ആ സ്ത്രീയെക്കുറിച്ച് വ്യഭിചാരിണി എന്ന് ആരോപിക്കാൻ ഒരാൾക്കും അനുവാദമില്ല. ഉണ്ടായിരുന്ന ആൾ ഇവൻ മാത്രമാണ്. അവനത് പറഞ്ഞു, അവന് കഴിഞ്ഞു. അതോടുകൂടി അവനുമായുള്ള വിവാഹബന്ധം മുറിഞ്ഞു. ഇനി എന്ത് ചെയ്യാൻ പാടില്ല? ഇനി അവർ തമ്മിൽ വിവാഹബന്ധം ഒരിക്കലും ഉണ്ടാവുന്നതല്ല. ഇത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്നിട്ടുണ്ട്. ഖുർആനിലെ ആയത്തിൽ സൂചനയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 ഒരു പുരുഷനും ഒരു സ്ത്രീയും ഇങ്ങനെ ലിആൻ നടത്തിയപ്പോൾ അവിടുന്ന് പറഞ്ഞു ഹിസാബുകുമാ അലല്ലാഹ്, നിങ്ങളുടെ വിചാരണ അള്ളാഹുവിൻ്റെ അടുത്താണ്, ഇവിടെ ശിക്ഷയില്ല, ഇവിടെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം 2 പേരും ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. അഹദുകുമാ കാദിബുൻ, നിങ്ങളിൽ ഏതോ ഒരാൾ കളവാണ് പറയുന്നത്, അത് സംശയമില്ല. ഫലാ സബീല ലക അലൈഹ, അതുകൊണ്ട് ഇനി നിനക്ക് അവളെ വിവാഹം കഴിക്കാൻ അനുവാദമില്ല. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു മാലി, ഞാൻ കൊടുത്ത മഹറിൻ്റെ കാര്യം എന്താണ്, എനിക്കത് തിരിച്ചു വാങ്ങിക്കാൻ അനുവാദമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലാ മാല ലക, നിനക്ക് മഹർ തിരിച്ചു ലഭിക്കാൻ അവകാശമില്ല. ഇൻ കുൻത സദഖ്ത അലൈഹ ഫഹുവ ബിമസ്തഹലൽത മിൻ ഫർജിഹ, മഹർ നീ കൊടുത്തിട്ടുണ്ട് എങ്കിൽ, നീ പറഞ്ഞത് സത്യമാണെങ്കിൽ, അവൾ വിചാരിച്ചിട്ടുണ്ട് എന്ന് തന്നെ വിചാരിക്കുക എങ്കിൽ നീ വിവാഹം കഴിച്ച അവളുമായി വീട് കൂടിയിട്ടുണ്ട്, അതിനുള്ളതാണ് മഹർ. മഹറിൻ്റെ കണക്ക് അവിടെ കഴിഞ്ഞു. വ ഇൻ കുൻത കദബ്ത അലൈഹ ഫദാക അബ്അദു ലക, ഇനി കളവാണ് പറയുന്നത് എങ്കിൽ, ആ സ്ത്രീയെക്കുറിച്ച് നീ കളവ് കെട്ടിച്ചമച്ചതാണ് എങ്കിൽ നിനക്ക് ആ പൈസയ്ക്ക് എന്തായാലും അവകാശമില്ല മഹറിന്. ഇപ്പം 2 ആണെങ്കിലും നിനക്ക് ഇനി മഹർ തിരിച്ചു ലഭിക്കുകയില്ല. അപ്പോൾ ഇതാണ് ലിആനിലൂടെ ഉണ്ടാകുന്നത്. അപ്പോൾ 4 കാര്യം പറഞ്ഞില്ലേ, ഓർമ്മയില്ലേ? ഇതൊക്കെ ഒന്നുകൂടി: രക്തബന്ധം, വിവാഹബന്ധം, മുലകുടി ബന്ധം, ലിആൻ. ഈ 4 രൂപത്തിലാണ് വിവാഹബന്ധം നിഷിദ്ധമാകും. ശരി, തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു സ്ഥിരമായ എന്നേക്കുമായി വിവാഹബന്ധം നിഷിദ്ധമാകുന്ന ബന്ധങ്ങളാണിത്. ഇനിയുള്ളത് താൽക്കാലികമായി വിവാഹബന്ധം നിഷിദ്ധമാകുന്ന സ്ത്രീകളാണ്. ചില സ്ത്രീകൾ അവർ വിവാഹം കഴിക്കുന്നത് താൽക്കാലികമായി നിഷിദ്ധം. ഇത് കുറച്ച് ഗൗരവപ്പെട്ടതാണ്. ഇത് പല ആളുകളും ശ്രദ്ധിക്കാത്ത മേഖലയാണ്. ഇത് പല രൂപത്തിലുണ്ട്. അത് ചിലത് മാത്രം, എല്ലാം ഞാൻ പറയുന്നില്ല, ചിലത് മാത്രം പറയാം. ഒന്ന് ഉഖ്തു സൗജ, ഭാര്യയുടെ സഹോദരി.
ഒരു സ്ത്രീ നിൻ്റെ ഭാര്യയായി നിലവിൽ ഇരിക്കവേ അവളുടെ സഹോദരിയെ വിവാഹം കഴിക്കുന്നത് ഹറാമാണ്. ഒരു സ്ത്രീ വിവാഹം കഴിച്ചിട്ടുണ്ട്, അവളുടെ പെങ്ങളെ അവൾ വിവാഹം കഴിച്ചുകൊണ്ട് നിൽക്കുന്ന അവസ്ഥയിൽ വിവാഹം കഴിക്കുന്നത് രണ്ടുപേരും രണ്ട് സഹോദരിമാരെ ഒരുമിച്ച് കല്യാണം കഴിക്കാൻ പാടില്ല. ഈ രണ്ട് സഹോദരി എന്ന് പറഞ്ഞത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാപ്പയമ്മത്തെ സഹോദരി ആവാം, വാപ്പമത്ത് മാത്രം സഹോദരി നേരത്തെ പറഞ്ഞു, അത് പാടില്ല. അള്ളാഹു ഖുർആനിൽ പറഞ്ഞു അൻ തജ്മഉ ബൈനൽ ഉഖ്തൈനി ഇല്ലാ മാ ഖദ് സലഫ്. രണ്ട് സഹോദരിമാരെ ഒരുമിച്ച് വിവാഹം കഴിക്കുക എന്നത് നിങ്ങൾക്ക് നിഷിദ്ധമാണ്. ശരി, ഒരാളുടെ ഭാര്യയുടെ സഹോദരി എപ്പോഴാണ് അയാൾക്ക് അനുവദിക്കപ്പെടുക? ഒന്നല്ലെങ്കിൽ അവൻ്റെ ഭാര്യ മരിച്ചാൽ ഭാര്യയുടെ സഹോദരി വിവാഹം കഴിക്കുന്നത് അനുവദനീയമാണ്. അതല്ലെങ്കിൽ അവൻ്റെ ഭാര്യ അവൻ തലാഖ് ചൊല്ലുകയും അവളുടെ ഇദ്ദ കാലാവധി കഴിയുകയും ചെയ്തു. തലാഖില്ല ഉടനെ കല്യാണം കഴിക്കാൻ പറ്റില്ല, പിന്നെയോ ഇദ്ദ കാലാവധി കഴിഞ്ഞാൽ അവൾ വിവാഹം കഴിക്കുന്ന അനുവദനീയം. ഇതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത്, ഒരു സ്ത്രീയെ വിവാഹം കഴിച്ച വേളയിൽ അവളുടെ എളാമയെയോ അല്ലെങ്കിൽ മൂത്തമ്മയെയോ അമ്മായിയെയോ വിവാഹം കഴിക്കുന്നത് നിഷിദ്ധമാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ അത് വന്നിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു ലാ യുജ്മഉ ബൈനൽ മർഅതി വഅമ്മതിഹാ വലാ ബൈനൽ മർഅതി വഖാലതിഹാ. ഒരു സ്ത്രീയെയും അവളുടെ അമ്മായിയെയും ഒരുമിച്ച് വിവാഹം കഴിക്കാൻ പാടില്ല. ഒരു സ്ത്രീയെയും അവളുടെ എളാമയോ മുത്തമ്മയോ ഒരുമിച്ച് വിവാഹം കഴിക്കാൻ പാടില്ല. അപ്പോൾ അവർ ഇത് മുഅഖ്ഖതാണ്, എന്ന് പറഞ്ഞാൽ താൽക്കാലികമാണ്. തലാഖില്ലയാൽ നേരത്തെ പറഞ്ഞ പോലെ ഒന്നിലെ ഭാര്യ മരിച്ചു അല്ലെങ്കിൽ തലാഖില്ല അവളുടെ കാലാവധി കഴിഞ്ഞാൽ ഇത് അനുവദിക്കപ്പെടും. അപ്പോൾ ഒരു മഹറമല്ല, മനസ്സിലായില്ലേ? ഒരു മഹറമല്ല. ഇത് ഇജ്മാഉള്ള കാര്യമാണെന്ന് ഇബ്നു മുൻദിർ, നവവി പലരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൂന്നാമത്തേത്, മറ്റൊരാളുടെ ഭാര്യ അവൾ വിവാഹം കഴിക്കുന്നത് നിഷിദ്ധമാണ്. പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. പക്ഷേ അയാൾ തലാഖില്ലയാൽ വിവാഹം കഴിക്കുന്നത് അനുവദനീയമാണ്. അവളുടെ ഇദ്ദ കാലാവധി കഴിഞ്ഞാൽ അനുവദനീയമാണ്. വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഹുർരിമത് അലൈക്കും ഉമ്മഹാതുക്കും വബനാതുക്കും, നിങ്ങൾക്ക് ഇന്ന ആളുകളൊക്കെ നിഷിദ്ധമാണെന്ന് പറഞ്ഞ അടുത്ത ആയത്തിൽ അള്ളാഹു പറഞ്ഞു വൽ മുഹ്സനാതു മിനൻ നിസാ, സ്ത്രീകളിൽ വിവാഹിതരായ സ്ത്രീകളെ വിവാഹം കഴിക്കുന്നത്, ഭർത്താവുള്ള സ്ത്രീയെ വിവാഹം കഴിക്കുന്നത് നിഷിദ്ധമാണ്. ഇവിടെ സഹോദരങ്ങളെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ അവിടുന്ന് പറഞ്ഞതായി കാണാം ലൈസ മിന്ന മൻ ഖബ്ബബ ഇംറഅതഹു അലാ ഖബ്ബബ നമ്മിൽപ്പെട്ടവനല്ല ഒരാളുടെ ഭാര്യയുമായുള്ള ബന്ധം നശിപ്പിക്കുന്നവൻ. ഒരാളും അയാളുടെ ഭാര്യയുമായുള്ള ബന്ധം നശിപ്പിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല. ഇവിടെ മറ്റൊരാളുടെ ഭാര്യ വിവാഹം കഴിക്കുന്നത് നിഷിദ്ധമാണ്, പ്രത്യേകം പറയേണ്ടതില്ല. പക്ഷേ മറ്റൊരു സ്ത്രീ മറ്റൊരാളുടെ ഭാര്യയാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അതോടുകൂടി അവളിൽ നിന്ന് പാലിക്കേണ്ട അകലം പാലിക്കാൻ മുസ്ലിം ഒരാൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവൾ വർത്താനം പറയുക, അവളുടെ ഫോൺ വിളിക്കുക, അവളുടെ വാട്സപ്പിൽ സംസാരിക്കുക. ജാഹിലിയ കാലഘട്ടത്തിൽ വരെ ഒരു സ്ത്രീ മറ്റൊരാളുടെ ഭാര്യയാണെന്ന് അറിയപ്പെട്ടാൽ ജാഹിലിയത്തിൽ പുരുഷന്മാർ പൊതുവെ അവളെ നോക്കില്ല, ആ ഭാഗത്തേക്ക് അടുക്കില്ല. അവൾ ഇന്നയാളുടെ ഭാര്യയാണ്, ജാഹിലിയ കാലഘട്ടത്തിൽ വരെ. പക്ഷേ ഈ കാലഘട്ടത്തിൽ സുബ്ഹാനല്ലാഹ് എത്ര കുടുംബങ്ങളാണ് ഇത്തരം മോശമായ ബന്ധങ്ങൾ, ഇത്തരം മോശമായ കാര്യങ്ങൾ കൊണ്ട് തകർക്കപ്പെട്ടിട്ടുള്ളത്. എത്ര കുട്ടികളാണ് മോശമായിട്ടുള്ളത്, എത്ര വീടാണ് തകർന്നു പോയിട്ടുള്ളത്. അതുകൊണ്ട് സഹോദര, ഈ സംസാരം കേൾക്കുന്നവർ, ഭാര്യമാരായിട്ട് ഭർത്താക്കന്മാരായിട്ട്, നീ ഒരാളുടെ ഭാര്യയാണോ എങ്കിൽ നിൻ്റെ മറ നീ കാത്തു സൂക്ഷിക്കുക. അന്യ പുരുഷനായിട്ട് സംസാരിക്കരുത്. എന്ത് കാര്യത്തിനാണ് സംസാരിക്കുന്നത്? നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ പറയാമെന്നല്ലാതെ നിൻ്റെ മറ, നിൻ്റെ സെത്തർ പരമാവധി നീ കാത്തു സൂക്ഷിക്കണം. നീ മറ്റൊരാളുടെ ഭാര്യയാണ്, അയാൾക്ക് നിൻ്റെ മേൽ അവകാശമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരിക്കൽ വീട്ടിലേക്ക് കയറി വന്നപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ അവർ ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ, ഞാൻ അള്ളാഹു റസൂലിനെ ശ്രദ്ധിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ മുഖം ദേഷ്യം കൊണ്ട് ചുവക്കുന്നത് എനിക്ക് മനസ്സിലായി. ഞാൻ ഇവനെ വേഗം പറഞ്ഞു വിട്ടു. എന്നിട്ട് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു റസൂൽ ഇന്ന ആളാണ്, എനിക്ക് ഇന്ന അർത്ഥത്തിൽ മുലകുടി ബന്ധത്തിൽ അവനുമായി കുടുംബബന്ധമുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങളുടെ മുലകുടി ബന്ധത്തിൻ്റെ കാര്യം പരിശോധിക്കണം. ഇത്ര തവണ മുല കുടിച്ചാലല്ലാതെ ബന്ധം സ്ഥിരപ്പെടുകയില്ല. അവിടുന്ന് ആ സമയത്താണ് അത് ഓർപ്പിക്കുന്നത്. അപ്പോൾ പുരുഷനെ സംബന്ധിച്ച്, ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അവനവൻ്റെ ഭാര്യയുടെ കാര്യത്തിൽ ഖൈറത്തുണ്ടാവണം. ഭാര്യയ്ക്ക് അവളുടെ ഭർത്താവിൻ്റെ കാര്യത്തിൽ
അയാളോടുള്ള ബാധ്യതകൾ പാലിക്കുന്നതിൽ അയാൾക്ക് ശ്രദ്ധ ഉണ്ടായിരിക്കണം, അവൾക്ക് ശ്രദ്ധ ഉണ്ടായിരിക്കണം. ഇവിടെ എത്ര ഹദീസിലാണ് വന്നിട്ടുള്ളത്. നല്ല സ്ത്രീകളുടെ സ്വഭാവമായിട്ട് പറഞ്ഞ ഭർത്താവില്ലെങ്കിൽ അവളുടെ ചാരിത്രം സംരക്ഷിക്കുന്നതാണ്. അവളുടെ വീട്ടിൽ വേറെ ആൾ വന്നാൽ, അവളുടെ ഫോണിലേക്ക് ഒരാൾ സംസാരിച്ചാൽ എത്രയോ സലാമുകളാണ് പിന്നീട് എത്രയോ കുടുംബങ്ങൾ തകർന്നതിലേക്ക് എത്തിച്ചത്. തുടങ്ങിയ സലാമിൽ നിന്നാണ് അവസാനിച്ചത് അങ്ങേറ്റത്തെ മുസീബത്തുകളിലാണ്. അതിലൂടെ തകരുന്നത് മക്കളാണ്, ഒരാളുടെ ജീവിതമാണ്, അവളുടെയും അവൻ്റെയും ഒക്കെ ജീവിതമാണ്. അതിനൊക്കെ പുറമെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അരികിൽ പരലോകത്തുള്ള നിൻ്റെ അവസ്ഥയാണ്, ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും. അതുകൊണ്ട് പുരുഷന്മാരെ ഈ കാലഘട്ടത്തിൽ അങ്ങേയറ്റം ദുഃഖമുണ്ടാക്കുന്ന കാര്യങ്ങളിലൊന്നാണ് ദയ്യൂസുകളുടെ വർധനവ്. അവനവൻ്റെ ഭാര്യയുടെയും പെൺമക്കളുടെയും അഭിമാനത്തിൻ്റെ കാര്യത്തിൽ യാതൊരു ശ്രദ്ധയുമില്ലാത്തതാണ്. നബി ഹദീസിൽ കാണാം 3 വിഭാഗം ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ഒരു വിഭാഗത്തെ അവിടെ നിന്ന് ദയ്യൂസ് എന്നാണ്. ദയ്യൂസ് എന്ന് പറഞ്ഞാൽ അവൻ്റെ ഭാര്യയുടെയും അവൻ്റെ ഉമ്മയുടെയും അവൻ്റെ സഹോദരിയുടെയും ഒക്കെ കാര്യത്തിൽ, അവളുടെ ചാരിത്രത്തിൻ്റെ കാര്യത്തിൽ യാതൊരു ഗൈറത്തുമില്ലാത്തവൻ. അതായത് എന്തായാലും ആരോട് സംസാരിച്ചാൽ അവനൊരു സോഷ്യൽ മാനാണ്. എന്താ സോഷ്യൽ? എല്ലാവരും സംസാരിക്കും, പുരോഗമനവാദിയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ എത്ര വൃത്തികെട്ട പേരാണ് അവൻ നൽകിയത് നോക്കൂ. ദയ്യൂസ്, പൗരുഷമില്ലാത്തവൻ. അവരുടെ കുടുംബത്തെ കാത്തു സൂക്ഷിക്കുക, വൃത്തികേടുകളിൽ നിന്ന് കാത്തു സൂക്ഷിക്കുക. അവളുടെ ശബ്ദം, അവളുടെ ഭംഗി മറ്റൊരാൾ കാണുന്നതിൽ സുബ്ഹാനല്ലാഹ്. എന്തുകൊണ്ടാണ് പെൺമക്കളുടെ കാര്യം വിവാഹം കഴിക്കാൻ ആരെ ഏൽപ്പിച്ചിട്ടുള്ളത്? ആരാ വലിയ നമ്പർ? പെൺകുട്ടിയുടെ വലിയ ആരാവണം? പുരുഷന്മാരെ ആവാൻ പാടുള്ളൂ. എന്നിട്ട് സ്ത്രീകളെ ഏൽപ്പിക്കാതിരുന്നത് പുരുഷന് ഗൈറത്തുണ്ടാകുമെന്നതുകൊണ്ടാണ്. അതിൻ്റെ കാരണങ്ങളിലൊന്ന് പറയപ്പെട്ടത്, പുരുഷന് അവൻ്റെ മകളുടെ കാര്യത്തിൽ, അവൻ്റെ പെങ്ങളുടെ കാര്യത്തിൽ, അവൻ്റെ ഉമ്മയുടെ കാര്യത്തിൽ പുരുഷന് പൊതുവെ ഗൈറത്തുണ്ടാകും. അവർ വേറൊരാൾ മോശമായി നോക്കുന്നതോ കാണുന്നതോ അവന് യാതൊരു നിലക്ക് സഹിക്കുകയില്ല. ഇന്ന് സുബ്ഹാനല്ലാഹ് ഈ കാലഘട്ടത്തിൽ അവനവൻ്റെ പെങ്ങന്മാരുടെ കാര്യത്തിലും അവനവൻ്റെ ഉമ്മമാരുടെ കാര്യത്തിലും സഹോദരിമാരുടെ അവൻ്റെ ഭാര്യൻ്റെ കാര്യത്തിൽ വരെ ഇന്ന് ചിലർ മുസ്ലിം പേര് ചില ആളുകൾ ചെയ്തു കൂട്ടുന്ന വൃത്തികേടുകൾ നമുക്ക് പറയാൻ വരെ പറ്റാത്ത കാര്യമാണ്. ഈ അവസ്ഥയിലേക്ക് എൻ്റെ സഹോദരങ്ങളെ നിങ്ങൾ തകരരുത്, ഇങ്ങനെ നശിച്ചു പോകരുത്. അള്ളാഹു നിങ്ങൾക്കൊരു പവിത്രത കൽപ്പിച്ചിട്ടുണ്ട്, അത് കാത്തു സൂക്ഷിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. 4-ാമത്തേത് അൽ-മുഅ്തദ്ദ, ഇദ്ദത്തിലിരിക്കുന്ന സ്ത്രീ. ഇദ്ദയിലിരിക്കുന്ന സ്ത്രീ അവളെ വിവാഹം കഴിക്കാൻ പാടില്ല. അവളെ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, പിന്നെ അവളുമായിട്ട് വിവാഹം ആലോചിക്കാനും പാടില്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വല്ലദീന തവഫൗന മിൻകും വയദറൂന അസ്വാജൻ യതറബ്ബസ്ന ബിഅൻഫുസിഹിന്ന 4 അശ്ഹുരി വഅശ്റ ഫഇദാ ബലഗ്ന അജലഹുന്ന ഫലാ ജുനാഹ അലൈക്കും ഫീമാ ഫഅൽന ഫി അൻഫുസിഹിന്ന ബിൽമഅറൂഫ്. നിങ്ങൾ വിവാഹം കഴിച്ച് ഭർത്താവ് മരണപ്പെട്ടു പോകുന്ന സ്ത്രീകൾ, അവർ 4 മാസവും 10 ദിവസവും ഇദ്ദയിരിക്കണം. ആ സന്ദർഭത്തിൽ അവർ വിവാഹം കഴിക്കാൻ പാടില്ല, വിവാഹം ആലോചിക്കാൻ വരെ പാടില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു. വലാ ജുനാഹ അലൈക്കും, തൊട്ടടുത്ത ആയത്തിന് തൊട്ട് ശേഷമുള്ള ആയത്ത്, വലാ ജുനാഹ അലൈക്കും ഫീമാ അറദ്തും ബിഹി മിൻ ഖിത്ബത്തി നിസാഇ ഔ അക്നൻതും ഫീ അൻഫുസിക്കും. നിങ്ങൾ ഇദ്ദയിരിക്കുന്ന സ്ത്രീ അവരുടെ അരികിൽ വിവാഹം ആലോചിക്കുമ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല? നേർക്ക് നേരെയുള്ള വാക്ക് പറയാൻ പാടില്ല. തഅരീദൻ പറയാം. തഅരീദ് എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയുടെ ഭർത്താവ് മരിച്ചു എന്ന് വിചാരിക്കും, അവളെ ഇദ്ദ കാലാവധിയിലാണ്. സ്ത്രീയുടെ ഭർത്താവ് മരിച്ച സ്ത്രീ മാത്രമേ പറ്റുള്ളൂ, തലാഖിലെ സ്ത്രീ പറ്റില്ല. ഭർത്താവ് മരിച്ച സ്ത്രീ, തലാഖിലെ സ്ത്രീയുടെ ഇദ്ദ കാലാവധിയിൽ അവളെ തിരിച്ചു വിളിക്കാൻ ആർക്ക് അവകാശമുണ്ട്? ഭർത്താവിന് അവകാശമുണ്ട്. ആ സമയത്ത് പാടില്ല. ഇപ്പോൾ ഒരു സ്ത്രീയുടെ ഭർത്താവ് മരിച്ച സമയത്ത് അല്ലാഹു ഖുർആൻ പറയാം, വലാ ജുനാഹ അലൈക്കും ഫീമാ അറദ്തും ബിഹി മിൻ ഖിത്ബത്തി നിസാ. നിങ്ങൾ തഅരീദൻ പറയാം. തഅരീദ് പറയുന്നത് ഒരു സൂചന, നേർക്കേറെ പറയാൻ പാടില്ല. ഉദാഹരണത്തിന്, ഇന്ന രൂപത്തിലുള്ള സ്ത്രീകളൊക്കെയാണ് വിവാഹം കാലിക്കാൻ എനിക്ക് ആഗ്രഹമുള്ളത് എന്ന് പറയാം. നിന്നെ ആഗ്രഹിക്കുന്നു എന്ന് പറയാൻ പാടില്ല. അത് വിവാഹം ചിലപ്പോൾ നല്ല പെൺകുട്ടിയായിരിക്കും, ഇപ്പോൾ അവൾ മറ്റൊരാൾ വിവാഹം കഴിച്ചു പോകുന്നവന് പേടിക്കുന്നെങ്കിൽ അവന് ഇത്ര പറയാം, അല്ല നേർക്കേറെ വിവാഹം കാലിക്കാൻ പാടില്ല. ولا تعزموا عقدة النكاح حتى يبلغ الكتاب أجله. എന്നാൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? ഇദ്ദ പീരീഡിലുള്ള സ്ത്രീയെ വിവാഹം കഴിക്കാൻ പാടില്ല, അത് പാടേയില്ല.
വിവാഹം ആലോചിക്കുകയാണെങ്കിൽ ഇത് ഇത്രയും പറയാൻ പാടുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം, ആലിം അല്ലാഹു അന്നക്കും സതദ്കുറൂനഹും. സുബ്ഹാനല്ലാഹ്, റബ്ബ് മനുഷ്യൻ്റെ അവസ്ഥകളെ പരിഗണിച്ച രൂപമാണ്. ആലിം അല്ലാഹുവിനറിയാം അന്നക്കും സതദ്കുറൂനഹും, നിങ്ങൾ മനസ്സിൽ അവരെക്കുറിച്ച് ആലോചിക്കുമെന്ന കാര്യം റബ്ബിനറിയാം. നല്ലൊരു സ്ത്രീ ആണെങ്കിൽ അവൾ വിവാഹം കഴിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുമെന്ന കാര്യം റബ്ബിനറിയാം. പക്ഷെ എന്ത് ചെയ്യാൻ പാടില്ല? വിവാഹലിക്കാൻ പാടില്ല. നോക്കൂ, ഒരു ഭർത്താവിനുള്ള ഹക്കായി അള്ളാഹു അയാളുടെ മരണശേഷം നിശ്ചയിച്ച കാര്യമാണിത്. നേരെ പോയി വിവാഹലിക്കാൻ പോലും പാടില്ല. അപ്പോൾ ഒരു ഭർത്താവിൻ്റെ കീഴിലുള്ള സ്ത്രീക്ക് എത്ര ഹുർമത്തുണ്ട് എന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അവളോട് സംസാരിക്കുമ്പോൾ അവളുടെ ഭർത്താവ് പറയും, ഇന്ന് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, മുസ്ലിമീങ്ങൾ എത്ര മാത്രമാണ് ഈ കാര്യത്തിൽ കുറവ് വരുത്തിയിട്ടുള്ളത്. അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരത്തിലാണ് ഭാര്യ, ഒരു പ്രശ്നമില്ല. ഇതേപോലത്തെ ഇത് ഭാര്യയ്ക്ക് മാത്രം ബാധകമില്ല, ഭർത്താവിനും ബാധകമാണ്. വേറെയുള്ള പെണ്ണുങ്ങളോട് ഇങ്ങനെ പോയി സംസാരിക്കാതെ അയാൾ ഒഴിവാക്കേണ്ടതാണ്, അയാൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അഞ്ചാമത്തേത് അൽ മുത്തല്ലഖതു സലാസൻ ലിമൻ തല്ലഖഹ. ഒരാൾ ഒരു സ്ത്രീയെ 3 തലാഖ് ചൊല്ലി, 3ാമത്തെ തലാഖ് ചൊല്ലിയാൽ അതിനുശേഷം പിന്നെ ആ സ്ത്രീ വിവാഹം കഴിക്കാൻ അവന് അനുവാദമില്ല. അവരുടെ ആ തലാഖോട് കൂടി തലാഖ് ബാഇനാണ്. അവർ തമ്മിൽ ബന്ധം പിരിഞ്ഞു. അയാളെ സ്ത്രീയെ തിരിച്ചു വിളിക്കാൻ പിന്നെ അവന് അവകാശമില്ല. ശരീഅത്ത് എത്ര മനോഹരമായാണ് നിയമങ്ങൾ നിശ്ചയിച്ചു നോക്കുമ്പോൾ. ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു, അവളായിട്ട് പ്രശ്നങ്ങളുണ്ടായി, പരിഹരിക്കാൻ ഘട്ടങ്ങളുണ്ട്. ആദ്യം എന്താ ഘട്ടം? ആദ്യത്തെ ഘട്ടം എന്താ? വാദാണ്, ഉപദേശിച്ചു കൊടുക്കാൻ. അല്ല, വാദ് എന്നാണ് പറഞ്ഞത്. വാദ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവൾക്ക് അള്ളാഹുവിനനുസരിച്ചാൽ പരലോകത്ത് ലഭിക്കുന്ന ഖൈർ പറഞ്ഞു കൊടുത്തുകൊണ്ടും ധിക്കരിച്ചാൽ പരലോകത്തുള്ള ശിക്ഷ പറഞ്ഞു കൊടുത്തുകൊണ്ടും വാദ് ചെയ്യാം. വാദിന് വാദിനെ കൊണ്ടുവരണമെന്നില്ല, പ്രസംഗിക്കുന്ന ആളെ വേണമെന്നില്ല, നിനക്ക് ചെയ്യാൻ പരലോകത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു വാദ് ചെയ്യാം. എന്നിട്ട് അനുസരിക്കുന്നില്ലെങ്കിൽ വഹ്ജുറൂഹുന്ന ഫിൽ മദാജിഅ, നിങ്ങൾ അവരെ വിരിപ്പിൽ ഹജർ ചെയ്യുക. വിരിപ്പിൽ ഹജർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എങ്ങനെ വിരിപ്പിൽ ഹജർ ചെയ്യേണ്ടത്? ഹജർ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? അകൽച്ച കാണിക്കുക. എങ്ങനെ വിരിപ്പിൽ അകൽച്ച കാണിക്കുക? വിരിപ്പിൽ അകൽച്ച കാണിക്കാൻ പറഞ്ഞത്. എങ്ങനെ വിരിപ്പിൽ അകൽച്ച കാണിക്കേണ്ടത്? ചില പണ്ഡിതന്മാർ പറഞ്ഞു, നീ അവളുടെ അടുത്തേക്ക് തിരിഞ്ഞുകൊണ്ടാണ് കിടന്നിരുന്നതെങ്കിൽ തിരിഞ്ഞെടുക്കുക. അതാണ് വിരിപ്പിൽ അകൽച്ച കാണിക്കാൻ. നോക്കി എത്ര മനോഹരമാണ് ക്രമീകരിച്ച് നോക്കൂ കുടുംബ ബന്ധങ്ങൾ പ്രശ്നം പരിഹരിക്കാൻ. പക്ഷെ ആരാണ് ഈ ക്രമങ്ങളെക്കുറിച്ച് ചിന്തിക്കാറുള്ളത്? കുടുംബ ബന്ധങ്ങൾ പ്രശ്നം ഉണ്ടായാൽ ആരതിനെ കുറിച്ചൊക്കെ ചിന്തിക്കാറുള്ളത്? അള്ളാഹു നിശ്ചയിച്ച നിയമം ഇതാണ്. ആദ്യം ഉപദേശം കൊടുക്കുക, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇതിന് ചെയ്താൽ പ്രശ്നം എന്നതാണ്. അവിടെ നിൽക്കുന്നില്ലെങ്കിൽ ജുറൂഹുന്ന ഫിൽ മവാജി, അതിന് ഘട്ടങ്ങളുണ്ട് എന്നാണ്. അവളുടെ അടുത്തേക്കാണ് തിരിഞ്ഞു കിടന്നിരുന്നെങ്കിൽ തിരിഞ്ഞെടുക്കുക, എന്നിട്ട് കേൾക്കില്ലെങ്കിൽ മാറിക്കിടക്കുക, കെട്ടിൽ നിന്ന് മാറിക്കിടക്കുക, എന്നിട്ട് കിടക്കുന്നില്ലെങ്കിൽ റൂമിൽ നിന്ന് മാറിക്കിടക്കുക. ഒരു സ്നേഹമുള്ള ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം തിരിഞ്ഞു കിടക്കുന്നത് തന്നെ അവൾക്ക് മതിയായതാണ് അവളെ പരിഹരിക്കാൻ. കട്ടിൽ നിന്നും കൂടി ഇറങ്ങിക്കിടക്കുക എന്നുള്ളത് അവൾക്ക് അതിനേക്കാൾ കടുപ്പമുള്ളതാണ്. റൂമിൽ നിന്ന് മാറിക്കിടക്കുക അവൾക്ക് അതിനേക്കാൾ പ്രയാസമുള്ള കാര്യമാണ്. എന്നിട്ടും സംഭവിച്ചില്ല, എന്ന് നടന്നില്ലെങ്കിൽ ഒദ്രിബൂഹുന്ന, അവരെ അടിക്കാനുള്ള അനുവാദം അവൾക്ക്. സുബ്ഹാനല്ലാഹ്, അടിയുടെ ചില കാര്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അടിക്കാൻ പേടിയാവും. അങ്ങനത്തെ അടിക്കണം. അവർ പറഞ്ഞു, ശരീരത്തിൽ അടയാളം ഉണ്ടാവാൻ പാടില്ല, ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് അവർ അടിക്കുന്നത്. തഅദീബാണ്. അവർ നല്ല രൂപത്തിലേക്ക് വരാനുള്ള ഉദ്ദേശം മാത്രമേ ഇതിന് പിറകിൽ ഉണ്ടാവാൻ പാടുള്ളൂ. അടിക്കുകയാണെങ്കിൽ അങ്ങ് അടിക്കാൻ, മുഖത്തടിക്കാൻ പാടില്ല, പലയിടത്തും അടിക്കാൻ. സുബ്ഹാനല്ലാഹ്, അവരുടെ ഭംഗിയെ നശിപ്പിക്കുന്ന അടിയാവാൻ പാടില്ല, ആൾക്കാരെ മുന്നിൽ വെച്ചാവാൻ പാടില്ല. ഇങ്ങനെ ശ്രദ്ധിക്കാൻ കുറേ കാര്യമുണ്ട്. ഇതൊക്കെ പാലിച്ചിട്ടാണ് ഈ പറഞ്ഞ കാര്യമുള്ളത്. ചിലർ പറഞ്ഞതുപോലെ അത് ശരീരത്തിനേൽക്കേണ്ട അടിയേക്കാൾ കൂടുതൽ ഹൃദയത്തിനേൽക്കേണ്ട അടിയാണ്. ആ അടി ശരിക്കും കൊള്ളേണ്ടത് അവിടെയാണ്, ഹൃദയത്തിലാണ്, അല്ലാതെ ശരീരത്തിലല്ല. പക്ഷെ എത്ര ബന്ധങ്ങളിൽ ഈ ക്രമങ്ങളൊന്നും പാലിക്കപ്പെടുന്നില്ലെന്ന് മാത്രമല്ല, അടി വെറും ശരീരത്തിന് മാത്രമുള്ള വേദനയായി ഹൃദയം കല്ലുപോലെ കല്ലച്ച എത്ര കുടുംബങ്ങൾ ജീവിക്കുന്നുണ്ട്. എവിടെ എത്ര അടിച്ചാലും ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, കാരണം സ്നേഹം എന്നതില്ലാതെ കഴിഞ്ഞാൽ പിന്നെ അതാണ് അവസ്ഥ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതിനുശേഷമാണ് ഇതും കഴിഞ്ഞിട്ട് നടന്നില്ലെങ്കിലോ അവരുടെ പ്രശ്നം, അവരുടെ കുടുംബത്തിലുള്ള കാര്യങ്ങൾ പരിഹരിക്കാൻ പറ്റുന്ന രണ്ടാൾക്കാരോട് സംസാരിക്കുക. എന്നിട്ട് അവർ തമ്മിൽ പരസ്പരം സുൽഹിന് വേണ്ടി ശ്രമിക്കുക. അല്ലാഹു പറ സുൽഹു ഖൈർ, സുൽഹാണ് ഏറ്റവും നല്ലത്. എത്രയെല്ലാം. എന്നിട്ട് തലാഖ് ചൊല്ലിയെന്ന് വിചാരിക്കുക, ഒരു തവണ തലാഖില്ല. അതാണ് സുന്നത്തായ തലാഖ്, ഒറ്റ തവണ തലാഖില്ല. തലാഖില്ലെങ്കിൽ അവൾ പോകാൻ പാടുണ്ടോ? ഇല്ല, അവളെ ഭർത്താവിൻ്റെ വീട്ടിൽ നിൽക്കണം. നോക്കൂ, തലാഖ് ചെല്ലണമെങ്കിൽ എപ്പോഴെങ്കിലും ചെല്ലാൻ പറ്റില്ല. തലാഖിൽ നിയമമുണ്ട്. എന്താ നിയമം?
ഹൈദുള്ള സമയത്ത് തലാഖെല്ലാം പാടില്ല. സുബ്ഹാനല്ലാഹ്, നിയമം എത്ര കൃത്യമാണ് നോക്കും. ഹൈദുള്ള സമയത്ത് തലാഖെല്ലാം പാടില്ല. കാരണം പൊതുവെ സ്ത്രീകൾക്ക് ഹൈദുള്ള സമയത്ത് അവരുടെ മാനസികമായ ചിന്തകൾ അത് സ്വാധീനിക്കുന്ന സമയമാണ്. അപ്പോൾ ഹൈദുൽ തലാഖെല്ലാം പാടില്ല. എന്നാൽ പിന്നെ ശുദ്ധികാലത്ത് തലാഖെല്ലാം എപ്പോഴും പറ്റുമോ? പാടില്ല. ശുദ്ധികാലത്ത് അവളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ആ ശുദ്ധികാലത്തിലും പാടില്ല. ഇത് എടുത്തുചാടി ചെയ്യേണ്ട ഒരു കാര്യമല്ല. അപ്പോൾ എത്ര സ്റ്റെപ്പ് ശ്രദ്ധിച്ചിട്ടാണ് ഒരാൾ തലാഖില്ലേണ്ടത്. ഹൈദുൽ തലാഖെല്ലാം പാടില്ല. എന്നാൽ ശുദ്ധികാലത്ത് തലാഖെല്ലാം ഇല്ല. അവളായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ഇനി അവൾക്ക് ഹൈദ് വന്ന് വീണ്ടും ശുദ്ധിയാവുന്നവരെ കാത്തിക്കണം. എന്നിട്ട് തലാഖ് ചൊല്ലിയാൽ തന്നെയോ തലാഖില്ലാൽ തന്നെ അവളെ ഭർത്താവിൻ്റെ വീട്ടിൽ നിൽക്കണം. ഇന്ന് നാട്ടിൽ കരയെ നടപ്പില്ല. തലാഖില്ലാൽ ഭാര്യ ഭർത്താവിൻ്റെ വീട്ടിലാണ് നിൽക്കേണ്ടത്. ഇദ്ദ കാലഘട്ടത്തിൽ നോക്കൂ, തലാഖ് ചെല്ലാൻ ഇത്രയും കടുപ്പുണ്ട്. ഇനി തിരിച്ചെടുക്കാനോ ഒന്നും ചെയ്യേണ്ടതില്ല. പറയേണ്ടത് പോലുമില്ല. എന്നാ പറഞ്ഞാൽ ഓക്കെ, ഇനി പറയേണ്ടത് പോലുമില്ല. അവൻ പോയി അവളെ ഒന്ന് അണച്ചു പിടിച്ചാൽ, ഒന്ന് ചേർത്ത് പിടിച്ചാൽ കഴിഞ്ഞു, അവൾ ഭാര്യയായി. ഒരുപാട് വിവാഹം കഴിക്കേണ്ട ആവശ്യം പോലില്ല. തലാഖിന് ശേഷം തിരിച്ചെടുത്തു. എത്ര കൃത്യമാണ് ഇസ്ലാം നിയമം വെച്ച് നോക്കും. ഇത്രയും നിയമങ്ങൾക്ക് ശേഷം അവൻ ഒരു തവണ തലാഖില്ല, രണ്ടാമത്തെ തവണയും തലാഖില്ല, മൂന്നാമത്തെ തവണ അവൻ തലാഖിലേക്ക് പോകുമ്പോൾ അവന് ഓർമ്മപ്പെടുത്തലുണ്ട്. ഇനി നീ തലാഖ് ചെല്ലിയാൽ നിനക്കിവളെ കിട്ടുകയില്ല, വേറെ ആൾ കല്യാണം കഴിക്കാതെ കിട്ടില്ല. അതില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കൂ, ആ രണ്ടാമത്തേതിന് ശേഷം മൂന്നാമത്തെ നിയമം ഇങ്ങനെ വെച്ചിട്ടില്ലായിരുന്നു, ആൾക്കാർ തലാഖെല്ലും തിരിച്ചെടുക്കും, തലാഖെല്ലും തിരിച്ചെടുക്കും. തലാഖിന് പിന്നെ ഒരു അർത്ഥം ഉണ്ടാവില്ലായിരുന്നു. തലാഖിന് രണ്ട് തലാഖുകൾക്ക് അർത്ഥമുണ്ടാകുന്ന ഈ മൂന്നാമത്തെ തലാഖ് കൊണ്ടാണ്. ആൾ ചിന്തിക്കും, ഇനി ചൊല്ലിയാൽ കിട്ടില്ല, ഇവളിനി വേറെ ആളുടെ ഒപ്പം കല്യാണം കഴിച്ച് അയാൾ ജീവിച്ച് അയാൾ തലാഖല്ലാതെ എനിക്ക് അവളെ കിട്ടില്ല. അത് ഒരാളെ സംബന്ധിച്ചിടത്തോളം തലാഖിൽ പിറകോട്ട് വലിക്കാൻ ഏറ്റവും പ്രേരിപ്പിക്കുന്ന കാര്യമാണ്. എന്നിട്ടും അവൻ തലാഖില്ലാലോ, തലാഖില്ല, പിന്നെ വിവാഹം കഴിക്കാതെ, മറ്റൊരാളെ വിവാഹം കഴിക്കാതെ അവൾക്ക് അനുവദനീയമല്ല. ഇസ്ലാമിക ശരീഅത്ത് സുബ്ഹാനല്ലാഹ് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ ദീൻ എത്ര കൃത്യമായാണ് ഇത്തരം കാര്യങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുന്ന ഒരാൾക്ക് ഈ ദീൻ അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന് സംശയമില്ലാതെ ബോധ്യപ്പെടും. അപ്പോൾ മൂന്നാമത് ഒരാൾ തലാഖില്ലാൽ പിന്നെ വിവാഹം കഴിക്കാൻ പാടില്ല, എപ്പോഴല്ലാതെ അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ ഫഇൻ തല്ലഖഹ ഫലാ തഹില്ലു ലഹു മിൻ ബഅദു ഹത്താ തൻകിഹ സൗജൻ ഗൈറഹു. മൂന്നാമത് തലാഖ് ചൊല്ലിയാൽ പിന്നീട് മറ്റൊരാൾ വിവാഹം കഴിക്കുന്നവരെ, വിവാഹം കഴിച്ചാൽ മാത്രം പോരാ, പിന്നെ വിവാഹം കഴിച്ചാൽ അവർ തമ്മിൽ ശരിയായ അർത്ഥത്തിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക തന്നെ വേണം. അതാണ് നിയമം. നോക്കൂ എത്ര കൃത്യമായാണ് നിയമം വെച്ച് നോക്കൂ. അതല്ലായിരുന്നെങ്കിൽ ആൾക്കാരെന്ത് ചെയ്യും? ഒരുത്തനോട് കല്യാണം കഴിച്ചാൽ തലാഖിലേക്ക് ഖലാസ്. പക്ഷെ ഇത് പറ്റില്ല. മറ്റൊരാൾ വിവാഹം കഴിക്കുന്ന ഒരാൾക്ക് എപ്പോഴാണ് പ്രയാസമുണ്ടാക്കുന്നത്? വിവാഹം കഴിച്ച് തമ്മിൽ ബന്ധപ്പെട്ടേ ഇവന് തലാഖില്ലതിന് ശേഷം മാത്രമേ ഇവൻ അനുവദിക്കപ്പെടുള്ളൂ. അങ്ങനെ തലാഖ് ചൊല്ലി പിന്നീട് വേറൊരാൾ വിവാഹം കഴിച്ചു, അയാൾ വീണ്ടും തലാഖ് ചൊല്ലിയാൽ ഫഇൻ തല്ലഖഹ ഫലാ ജുനാഹ അലൈഹിമ ഫീമാ ഫലാ ജുനാഹ അലൈഹിമ അൻ യതറാജഅ ഇൻ ظن അൻ യുഖീമ ഹുദൂദ അല്ലാഹ്. പിന്നീട് അവർ തമ്മിൽ ഇനി വിവാഹം കഴിക്കുന്നത് ഖൈറാണെന്ന് അവർ ചിന്തിക്കുകയാണെങ്കിൽ അവർക്ക് വീണ്ടും വിവാഹം കഴിക്കാൻ അനുവാദമുണ്ട്. അപ്പോൾ ഈ മൂന്നാമത്തെ തലാഖിന് ശേഷം അവളുമായിട്ടുള്ള വിവാഹബന്ധം താൽക്കാലികമായി നിഷിദ്ധമാണ്. ശരി, നമ്മുടെ നാട്ടിൽ പണ്ട് കാലത്ത് ഇപ്പോൾ ഉണ്ടെന്നാണ് എൻ്റെ അറിവ്, ചില സ്ഥലത്തൊക്കെ ചടങ്ങ് നിൽക്കുക എന്ന് പറയുന്ന പരിപാടിയുണ്ട്. എന്താ ചടങ്ങ് നിൽക്കുക എന്ന് പറഞ്ഞാൽ 3 തലാഖില്ലപ്പെട്ട സ്ത്രീയെ ഒരുത്തൻ പോയിട്ട് വിവാഹം കഴിക്കും. ചട്ടം കെട്ടിയിട്ടുണ്ടാവും, അത് പോയി കല്യാണം കഴിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് തലാഖെല്ലാം വേണ്ടി ഇവനെ ഏൽപ്പിച്ചതാണ്, പൈസ കൊടുത്തിട്ട് ജപ് ചെയ്യാം. ഇത് തനിച്ചും വൃത്തികേടാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് പറഞ്ഞു, ലഅനല്ലാഹുൽ മുഹല്ലില വൽ മുഹല്ലല ലഹും. മുഹല്ലില എന്ന് പറയും, മറ്റ് സ്ത്രീയെ ഹലാലാക്കാൻ നിന്ന് കൊടുക്കുന്നവൻ, അങ്ങനെ നിന്ന് കൊടുക്കുന്നവനും ആർക്ക് വേണ്ടിയാണ് നിന്ന് കൊടുക്കുന്നത് അവനെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു. ഈ ഹദീസുകളിൽ ചിലതിൽ കാണാം തൈസുൽ മുസ്തആർ. നമ്മുടെ നാട്ടിൽ പണ്ടുണ്ടാവും, ചവിട്ടിക്കാൻ കൊണ്ടുവന്ന കാളാന്ന് പറയും, പൈസ കൊടുത്തിട്ട്. അതിനോടാണ് ഈ പറയുന്ന പ്രവൃത്തി അള്ളാഹുവിൻ്റെ റസൂൽ ഹദീസുകൾ ഉപമിച്ചിട്ടുള്ളത്. അത്ര വൃത്തികെട്ട പരിപാടിയാണ്. പഴയ കാലത്ത് പുരോഹിതന്മാർ ഇത് അങ്ങേറ്റം മുതലെടുത്തിരുന്നു. അപ്പം അൽഹംദുലില്ലാ നാട്ടിൽ വല്ല വ്യാപകമല്ല, പരസ്യമായിട്ട് വ്യാപകമല്ല, അൽഹംദുലില്ലാ. ആറാമത്തേത് ഒരാൾ 4 വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ 5ാമത്തെ വിവാഹം കഴിക്കുന്നത് നിഷിദ്ധമാണ്. 5ാമൊരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നത് നിഷിദ്ധമാണ്. ബാത്തിലാണ്, വിവാഹം ബാത്തിലാണ്. ഒരാൾ മുശ്രിക്കായിരുന്നു, 10 വിവാഹം കഴിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. അയാൾ മുസ്ലിം ആയാൽ 4 പേരെ മാത്രമേ അയാൾക്ക്, ഈ 10 പേരിൽ നിന്ന് 4 പേരെ തിരഞ്ഞെടുക്കുക, ബാക്കിയുള്ള ആളുകളെ തലാഖ് ചെല്ലൽ നിർബന്ധമാണ് മുസ്ലിമായി കഴിഞ്ഞാൽ.
അബീദ് സൽമാൻ അദ്ദേഹം പറഞ്ഞേക്കണം, 5ാമതൊരു സ്ത്രീ വിവാഹം കഴിക്കുന്നത് ഹറമാണ് എന്നതിൽ സഹാബികൾക്ക് ഇജ്മാ ഉണ്ടായതുപോലെ മറ്റൊരു മസ്അലയിൽ ഇജ്മാ ഉണ്ടായിട്ടില്ല എന്നാണ്. അത്രയും ഏകോപിച്ച അഭിപ്രായമുള്ള കാര്യമാണ് 4 പേരെ വിവാഹം കഴിക്കാൻ പാടുള്ളത്. തെളിവ് വ്യക്തമാണ്. അതുപോലെ തന്നെ വിവാഹം നിഷിദ്ധമായ സ്ത്രീകളിൽ ഇപ്പോൾ താൽക്കാലികമായി നിഷിദ്ധമായ സ്ത്രീയാണ് ഇഹ്റാമിലുള്ള സ്ത്രീകൾ. ഇപ്പോൾ ഉംറ ഗ്രൂപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ അല്ലേ, പാടില്ലാത്ത പറയേണ്ട വിധിവിലക്കുകളിലൊന്നാണ് ഇഹ്റാമിലായിരിക്കും എന്ത് ചെയ്യാൻ പാടില്ല, വിവാഹാലോചന നടത്താനും പാടില്ല, വിവാഹം കഴിക്കാനും പാടില്ല. സ്ത്രീ വിവാഹം കഴിക്കാനും പാടില്ല, ഒന്നും പാടില്ല, വിവാഹ ആലോചന നടത്താനും പാടില്ല. അപ്പോൾ പലപ്പോഴും ഉംറ ഗ്രൂപ്പിൽ വരുമ്പോഴായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട് എന്നാൽ പിന്നെ നമ്മൾ കല്യാണാലോചന പാടില്ല. ഇഹ്റാമിലായിരിക്കുമ്പോൾ വിവാഹാലോചന പാടില്ല. അതുപോലെ തന്നെ വിവാഹം കഴിക്കാനും പാടില്ല. വിവാഹം കഴിച്ചാൽ വിവാഹം ബാത്തിലാണ്, പുറത്ത് വന്നതിന് ശേഷം പിന്നീട് വിവാഹം കഴിക്കാവുന്ന. അവസാനത്തെ 2 കാര്യം ഞാൻ അവസാനത്തേക്ക് വെച്ചത് എൻ്റെ ഗൗരവം കൊണ്ടാണ്. ഇത്രയും പറഞ്ഞത് 7 കാര്യം പറഞ്ഞു, 8 കാര്യം പറഞ്ഞു. 8ാമത്തെ കാര്യം, വ്യഭിചാരി വിവാഹം കഴിക്കാൻ പാടില്ല. പുരുഷനാകട്ടെ സ്ത്രീ ആകട്ടെ, വ്യഭിചാരിയായ പുരുഷനെയോ വ്യഭിചാരിണിയായ സ്ത്രീയോ വിവാഹം കഴിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, അസ്സാനി ലാ യൻകിഹു ഇല്ലാ സാനിയതൻ ഔ മുശ്രിക. ഒരു വ്യഭിചാരിണിയായ ഒരു സ്ത്രീയെ അല്ലാതെ അല്ലെങ്കിൽ ഒരു മുശ്രിക്കിനെ അല്ലാതെ വിവാഹം കഴിക്കില്ല. അസ്സാനി ലാ യൻകിഹുഹാ ഇല്ലാ സാനിയതൻ ഔ മുശ്രിക. വ്യഭിചാരിണിയായ സ്ത്രീയോ അല്ലെങ്കിൽ മുശ്രിക്കത്തായ സ്ത്രീയോ അല്ലാതെ വിവാഹം കഴിക്കില്ല. അത് വസ്സാനിയതു ലാ യൻകിഹുഹാ ഇല്ലാ സാനിൻ ഔ മുശ്രിക്. ഒരു വ്യഭിചാരിണിയായ സ്ത്രീയെ വ്യഭിചാരിയായ പുരുഷനല്ലാതെ അല്ലെങ്കിൽ മുശ്രിക്കല്ലാതെ വിവാഹം കഴിക്കില്ല. വഹുർരിമ ദാലിക അലൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങൾക്കത് ഹറാമാണ്. അങ്ങനെ ഒരു ശുദ്ധിയുള്ള ആൾക്കാരാണ്. വ്യഭിചാരിയെ വിവാഹം കഴിക്കരുത്. ഒരു സ്ത്രീയുമായി വ്യഭിചാരത്തിൽ ഏർപ്പെട്ടാൽ അവളെ വിവാഹം കഴിക്കരുത്. ആ സ്ത്രീ മറ്റാരുമായിട്ടെങ്കിലും വ്യഭിചാരത്തിൽ ഏർപ്പെട്ടാൽ അവരെ വിവാഹം കഴിക്കരുത്. മനസ്സിലായില്ലേ? ഇന്നത്തെ കാലത്ത് അതിൻ്റെ വിധിവിലക്കുകളുടെ ചർച്ചയിലേക്ക് ഞാൻ പോകുന്നില്ല. ഇന്നത്തെ കാലത്ത് വിവാഹത്തിലേക്കുള്ള എളുപ്പ വഴികളിൽ ഒന്നായി കൗമാരക്കാർ കാണുന്ന കാര്യമാണ് അവൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയായിട്ട് വ്യഭിചരിക്കണം. കാരണം അപ്പോൾ കല്യാണം കഴിപ്പിച്ചു കൊടുക്കും. വ്യഭിചാരത്തിൽ ഏർപ്പെട്ട അവസ്ഥയിൽ ഉള്ള സ്ത്രീയെ വ്യഭിചാരിയെ വിവാഹം കഴിക്കുക, വ്യഭിചാരിനെ വിവാഹം കഴിക്കുക എന്നുള്ളത് ഹറാമാണ്. അവരെ വിവാഹം കഴിക്കുന്ന അനുവദിക്കപ്പെടണമെങ്കിൽ 2 കാര്യമുണ്ട്. 1ാമത്തെ കാര്യം, അവർ തൗബ ചെയ്തു എന്ന് വ്യക്തമായിരിക്കണം. ആത്മാർത്ഥമായി തൗബ ചെയ്തു എങ്കിൽ അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ അത്താഇബു മിന ദംബി കമൻ ലാ ദംബ ലഹ്. ആത്മാർത്ഥമായി അള്ളാഹുവോട് തൗബ ചെയ്തവൻ തിന്മ ചെയ്യാത്തവനെ പോലെ തൗബ ചെയ്തിരിക്കണം. വ്യഭിചാരിണിയായിരുന്നു പക്ഷേ തൗബ ചെയ്തു എങ്കിൽ, അല്ലെങ്കിൽ വ്യഭിചാരിയായിരുന്നു തൗബ ചെയ്തു എങ്കിൽ അവൻ വിവാഹം കഴിക്കാൻ അനുവാദമുണ്ട്. 1. രണ്ടാമത്തെ കാര്യം അൽ ഇസ്തിബ്റാഉ ബി ഹൈദ. അവൾ വിവാഹം കഴിക്കുന്നതിന് മുൻപ് അവൾക്ക് ഒരിക്കൽ ഹൈദ് വന്നിരിക്കണം. അതിനാ അവൾ ഗർഭിണിയല്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി. വിചാരത്തിലൂടെ ഉണ്ടാകുന്ന കുട്ടി പിന്നെ അതിൻ്റെ വിധിവിലക്ക് വേറെ തന്നെ വിശദമായി പറയേണ്ടതാണ്. വാപ്പയിലേക്ക് ചേർത്താൻ പാടുണ്ടോ, സ്ത്രീയിലേക്കാണോ ചേർത്തേണ്ടത്? പക്ഷേ അവൾ ഗർഭിണിയാണോ എന്ന കാര്യം അറിയാൻ വേണ്ടി അവൾക്ക് ഒരു തവണ ഹൈദ് ഉണ്ടാകുന്നത് കാത്തിരിക്കണം. ഇത് ഇന്നത്തെ കാലത്ത് പ്രത്യേകം പറയേണ്ടതാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, വിചാരമൊരിക്കലും നല്ലൊരു ബന്ധത്തിലേക്കുള്ള തുടക്കമല്ല. എത്ര ബന്ധങ്ങളാണ് ഈ രൂപത്തിൽ നശിച്ചു പോകുന്നത്. ഇന്ന് പലപ്പോൾ പുരോഗമനം പറയുന്ന ആൾക്കാർ അവരാണ് ഏറ്റവും വേഗത്തിൽ തലാഖിൽ എത്തിപ്പെടുന്നത്. അള്ളാഹുവിനനുസരിക്കുക. നിങ്ങളുടെ മക്കൾ നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, എൻ്റെ കുടുംബ പരമ്പരയിൽ ഒരാൾ പോലും സിഫാഹിൽ നിന്ന് വ്യഭിചാരത്തിലൂടെ ജനിച്ചിട്ടില്ല. ഒരാൾ പോലും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നിൻ്റെ മക്കൾ ശുദ്ധരാകാൻ, നിൻ്റെ മക്കളുടെ മക്കൾ അവർക്ക് ശുദ്ധി ലഭിക്കാൻ, അവർ നല്ലവരാകാൻ, അവർ നന്മയിലാകാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നാണ്. ജീവിതം വിശുദ്ധിയുള്ളതാക്കാൻ. അവസാനത്തെ കാര്യം കുറച്ച് ഗൗരവമുള്ള കാര്യം. ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും മുശ്രിക്കായ ഒരാൾ വിവാഹം കഴിക്കരുത്. ഒരു മുസ്ലിമായ ഒരാൾ, ഒരു ബഹുദൈവ ആരാധകനായ ഒരാൾ വിവാഹം കഴിക്കരുത്. ഒരു മുസ്ലിമായ സ്ത്രീ ബഹുദൈവ ആരാധകനായ ഒരാൾ വിവാഹം കഴിപ്പിക്കരുത്. മുസ്ലിമായ പുരുഷൻ ബഹുദൈവ ആരാധകയായ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കരുത്. എന്താ പ്രശ്നം? രണ്ടാളുകൾ മനസ്സ് ഒത്തുകഴിഞ്ഞാൽ എന്താ പ്രശ്നം? അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു. അള്ളാഹു ഖുർആനിൽ പറയുന്നു, വലാ തൻകിഹു അൽ മുശ്രികാതി ഹത്താ യുഅ്മിന്ന. നിങ്ങളൊരിക്കലും ബഹുദൈവ ആരാധകരായ സ്ത്രീകളെ വിവാഹം കഴിക്കരുത്.
അവർ മുഅ്മിനാകുന്നതുവരെ. വല അമതു മുഅ്മിനത്തുൻ ഖൈറുൻ മിൻ മുശ്രികത്തിൻ വലൗ അജബത്കും. ഒരടിമയായ ഒരു സ്ത്രീയാണ് മുശ്രിക്കത്തായ ഒരു സ്ത്രീയേക്കാൾ നിങ്ങൾക്ക് ഖൈർ. ആ മുശ്രിക്കായ സ്ത്രീയെ നിങ്ങളെ അത്ഭുതപ്പെടുത്തിയാലും, അവളുടെ ഭംഗിയും അവളുടെ കാര്യങ്ങളും ഒക്കെ നിങ്ങൾ അത്ഭുതപ്പെടുത്തിയാലും ഒരു അടിമ സ്ത്രീയാണ് അതിനേക്കാൾ നല്ലത്. വലാ തുൻകിഹു അൽ മുശ്രിക്കീന ഹത്താ യുഅ്മിനു. നിങ്ങളൊരിക്കലും മുശ്രിക്കീങ്ങളായ പുരുഷന്മാർക്ക് നിങ്ങളുടെ പെൺമക്കളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കരുത്, അവർ മുഅ്മിനാകുന്നത് വരെ. വല അബ്ദു മുഅ്മിൻ ഖൈറുൻ മിൻ മുശ്രിക്കിൻ വലൗ അഅജബകും. ഒരു അടിമയായ ഒരു പുരുഷനാണ് മുശ്രിക്കായ ബഹുദൈവാരാധകനായ ഒരാളെക്കാൾ നിങ്ങൾക്ക് നല്ലത് എന്നതിന് കാരണം അള്ളാഹു പറഞ്ഞു. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ കാലഘട്ടത്തിൽ ഈ വിഷയം പറഞ്ഞാൽ എല്ലാവരും രണ്ട് ശരീരങ്ങൾ, രണ്ട് മനസ്സുകൾ അവർ യോജിക്കുന്നത് നിങ്ങൾക്ക് എന്താ, അവരെന്താ നിങ്ങൾക്ക് പ്രശ്നമുണ്ടാക്കുന്നത്? അള്ളാഹു അതിൽ മറുപടി പറഞ്ഞു, ഉലൈക യദ്ഊന ഇലന്നാർ. അവർ നിങ്ങളെ ക്ഷണിക്കുന്ന നരകത്തിലേക്കാണ്. ലോകത്തെ ഏറ്റവും സുന്ദരിയായ സ്ത്രീയെ നിനക്ക് 1000 വർഷം ഭാര്യയായി കൊണ്ടുനടക്കാൻ പറ്റുമെന്ന് വിചാരിച്ചു. അവളുടെ സൗന്ദര്യം ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കാമെന്ന് വിചാരിച്ചു. നരകത്തിലെ ഒരു നിമിഷം ശിക്ഷ അനുഭവിക്കേണ്ടി വരിക എന്നതിനു മുൻപിൽ 1000 വർഷങ്ങൾ യാതൊന്നുമല്ല. ഉലൈക യദ്ഊന ഇലന്നാർ. അവർ ക്ഷണിക്കുന്ന നരകത്തിലേക്കാണ്. ശിർക്കൻ. നിന്റെ ഭാര്യ വിചാരിണിയെ, നീ വിവാഹം കഴിക്കാൻ പോകുന്ന സ്ത്രീ വിചാരിണിയായിരുന്നു എന്ന് വിചാരിക്കുക. നീ വിവാഹം കഴിക്കോ? എന്തൊരു ഭംഗിയുണ്ടെന്ന് പറയും. അവൾ വഞ്ചകയാണെന്ന് വിചാരിക്കുക, അവൾ വൃത്തിയില്ലാത്തവളാണെന്ന് വിചാരിക്കുക. വിവാഹം കഴിക്കോ? ശിർക്ക് ഏറ്റവും മോശമായ കാര്യമാണ്. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് അള്ളാഹു പറയണം, ഉലൈക യദ്ഊന ഇലന്നാർ വല്ലാഹു യദ്ഊ ഇലൽ ജന്നതി വൽ മഗ്ഫിറതി ബിഇദ്നിഹി. അള്ളാഹു നിങ്ങളെ ക്ഷണിക്കുന്നത് സ്വർഗത്തിലേക്കാണ്. അള്ളാഹു നിങ്ങളെ ക്ഷണിക്കുന്നത് പാപമോചനത്തിലേക്കാണ്. കദാലിക യുബയ്യിനു ആയാതിഹി ലിന്നാസി ലഅല്ലഹും യതദക്കറൂൻ. മനുഷ്യർ ആലോചിക്കാൻ, ഒത്തു ചിന്തിക്കാൻ വേണ്ടി അള്ളാഹു ഈ രൂപത്തിലാണ് ആയത്തുകൾ വിശദീകരിക്കുന്നത്. നോക്കൂ നിങ്ങൾ, ശിർക്കുള്ളവർ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് അള്ളാഹു പറഞ്ഞു. ആ ആയത്തിൽ അള്ളാഹു ഇത് വിവരിച്ചു തന്നു. എന്നിട്ട് തൊട്ടടുത്ത ആയത്തിൽ അള്ളാഹു പറഞ്ഞു എന്താണെന്നറിയുമോ? യസ്അലൂനക അനിൽ മഹീദ് ഖുൽ ഹുവ അദൻ ഫഅ്തസിലു നിസാഅ ഫിൽ മഹീദ്. അവർ നിങ്ങളോട് ആർത്തവത്തെക്കുറിച്ച് ചോദിക്കുന്നു. ആർത്തവമുള്ള സന്ദർഭങ്ങളിൽ നിങ്ങളുടെ ഭാര്യയുടെ അടുത്ത് സമീപിക്കുന്നതിൽ നിന്ന് ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുന്ന അകന്നു നിൽക്കാൻ. ഒന്നാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞത് ശിർക്ക് എന്ന നജിസാണ്. രണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞത് ശരീരത്തിലുള്ള നജിസാണ്. ആർത്തവമുള്ള ഒരു സ്ത്രീ, ആ ആർത്തവരക്തം എത്ര നജിസായാണ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത്? പറയുമ്പോൾ അവൾ നിങ്ങളുടെ ഭാര്യയാണ്, അവളുടെ അടുത്തിരിക്കുന്നതും അവളെ സമീപിക്കുന്നു, അവളുമായിട്ട് വർത്താനം പറയുന്നതൊക്കെ നിങ്ങൾക്ക് അനുവദനീയമാണ്. പക്ഷേ ആർത്തവരക്തം എന്ന നജിസ് എത്ര മോശമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? ഇന്നമൽ മുശ്രിക്കൂൻ നജസ്. മുശ്രിക്കീങ്ങൾ നജിസാണ്. എന്തുകൊണ്ട്? അവരുടെ ശിർക്കുകൊണ്ട്. അവർ ചെയ്ത അതിക്രമം എന്താണ്? ആകാശഭൂമികളുടെ റബ്ബായ അള്ളാഹുൽ പങ്കു ചേർത്തു എന്നതാണ്. ആ വൃത്തികേടിനോടൊപ്പം ഒരു ഭംഗിയല്ല നീ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞു, ഉലൈക യദ്ഊന ഇലന്നാർ. അവർ നരകത്തിലേക്കാണ് ക്ഷണിക്കുന്നത്. നിനക്ക് കുട്ടിയുണ്ടായെന്ന് വിചാരിക്കുക. ആ കുട്ടി ശിർക്കിലേക്കാണ് പോകുന്നത് എങ്കിൽ എന്താണ് നീ അതുകൊണ്ട് നേടിയത്? അത് എത്രയോ ആളുകൾ ഇന്ന് വിളിച്ച് പ്രയാസം പറയുന്ന കാര്യങ്ങളൊന്നാണ്. അയാൾക്ക് ഇന്ന ആളായിട്ട് ബന്ധമുണ്ട്, ഇന്ന പുരുഷനുമായിട്ട് ബന്ധമുണ്ട്, ഇന്ന മതത്തിലാണ്, ഇന്ന് സഹോദര, എത്രയെല്ലാം ഭംഗി നീ അവൾ കണ്ടാലും നീ നരകത്തെക്കുറിച്ച് ചിന്തിക്കുക. അള്ളാഹു നരകത്തെക്കുറിച്ച് ആലോചിക്കുക. വേറെ ഒരു കാര്യത്തെക്കുറിച്ച് നീ ചിന്തിക്കേണ്ടല്ലോ. ദുനിയാവിൽ ഇവർ സമ്മതിച്ചില്ല, അവർ സമ്മതിച്ചില്ല, ഇതിനേക്കാളൊക്കെ നീ ചിന്തിക്കേണ്ടത്, നീ ആലോചിക്കണം അള്ളാഹു നരകത്തെക്കുറിച്ചാണ്. നീ കല്യാണം കഴിക്കാൻ തീരുമാനിച്ച് മരിച്ചു, ആ ദിവസം മരിച്ചു. എന്താ നിൻ്റെ അവസ്ഥ? എന്താണ് നിൻ്റെ അവസ്ഥ? അവൻ മരിച്ചു അല്ലെങ്കിൽ അവൾ മരിച്ചു, എന്താ നീ ചെയ്യുക? നീ ജീവിക്കൂലേ? എന്നാൽ അള്ളാഹു സുബ്ഹാനഹു തആല ഒരുക്കി വെച്ച നരകം ഹക്കാണ്. അന്നാറു ഹഖ്ഖുൻ അൽ ജന്നത്തു ഹഖ്ഖുൻ അന്നാറു ഹഖ്ഖുൻ. സ്വർഗ്ഗം സത്യമാണ്, നരകം സത്യമാണ്. ആലോചിച്ച് നോക്കൂ, ജനങ്ങൾ അവരുടെ ജീവൻ കൊടുത്തുവരെ സംരക്ഷിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ആളുകൾ, അവരുടെ മക്കൾ, എത്ര നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവർ. പക്ഷേ ഈ ഉരുൾപൊട്ടലുണ്ടായ സമയത്തിലെ ആളുകൾ ചില പറഞ്ഞില്ലേ, എല്ലാം മറന്നുപോയി ആൾക്കാർ, എല്ലാം മറന്നുപോയി, എല്ലാം ഇട്ടുന്ന ആൾക്കാർ ഓടിപ്പോയി. അള്ളാഹു ഖുർആനിൽ അതിന് സമാനം, അതിനേക്കാൾ വലിയൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. യാ അയ്യുഹന്നാസ് തഖൂ റബ്ബക്കും ഇന്ന സൽസലത്ത സ്സാഅത്തി ശൈഉൻ അദീം. അന്ത്യനാളിൻ്റെ പ്രകമ്പനം വളരെ ഗുരുതരമാണ്. അത് കാണുന്ന ദിവസം മുല കൊടുക്കുന്ന കുട്ടിയെ വലിച്ചെറിഞ്ഞ് ഉമ്മ ഓടിക്കളയും. അങ്ങനെ ഒരു ദിവസം വരാനുണ്ട്. അത് അന്ത്യനാളുടെ തുടക്കമാണ്. നരകത്തിൻ്റെ കാര്യം എന്താണ്? അത് അന്ത്യനാളുടെ തുടക്കമാണ്, നരകം എത്തിയിട്ടില്ല. അത് മുഅ്മിനും കാഫിറിനും ഒക്കെ ഉള്ളതാണ്.
അന്ത്യനാൾ എന്നുള്ളത്, അല്ലെങ്കിൽ അന്ത്യനാൾ പിന്നെ ഹശറിൻ്റെ സമയത്തുള്ള അവസ്ഥകൾ ഇത് മുഅ്മിനും കാഫിറിനുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദിവസങ്ങളിൽ ഈമാനുള്ളവർക്ക് നിർഭയത്വം നൽകും. പക്ഷേ നരകം എത്തിയിട്ടില്ല. നിങ്ങൾ സൂറത്തുൽ മുൽക്ക് എടുത്ത് വായിച്ചു നോക്കും. തകാദു തമയ്യസു മിനൽ ഗൈദ് കുല്ലമാ ഉൽഖിയ ഫീഹാ ഫൗജുൻ സഅലഹും ഖസനതുഹാ അലം യഅതികും നദീർ. ആയത്ത് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. നരകം മുന്നിലേക്ക് കൊണ്ടുവരപ്പെട്ടാൽ അള്ളാഹു പറയണം തകാദു തമയ്യസു മിനൽ ഗൈദ്, അതിൻ്റെ ദേഷ്യം കാരണത്താൽ നരകം അതിൻ്റെ കെട്ടുകൾ പൊട്ടിച്ച് പുറത്തേക്ക് തെറിക്കുമെന്ന് നിങ്ങൾ പേടിച്ചു പോകും. ഇതിലേക്കാണ് പോയി വീഴേണ്ടത്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ വലിയ കെട്ടിടങ്ങൾ പോലെയുണ്ട് അതിൻ്റെ നരകാഗ്നിയുടെ തീപ്പൊരികൾ എങ്ങനെയുണ്ട്, വലിയ കെട്ടിടങ്ങൾ പോലെയുണ്ട്. എന്തായിരിക്കും നരകത്തിൻ്റെ അവസ്ഥ? ഇതിന് പകരമായി നീ എന്താണ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത്? അള്ളാഹുവിന് മാത്രം സുജൂദ് ചെയ്ത അവസ്ഥയിൽ നിന്ന് എങ്ങനെയാണ് ഒന്നും കാണുകയോ കേൾക്കുകയോ ചെയ്യാത്ത മനുഷ്യരുണ്ടാക്കി വെച്ച വിഗ്രഹത്തിന് മുൻപിൽ സുജൂദ് ചെയ്യാൻ എങ്ങനെയാണ് അവർക്ക് സാധിക്കുന്നത്? എങ്ങനെ? അല്ലാഹു ഖുർആൻ പറഞ്ഞില്ലേ, വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. എന്നെ പടച്ച നീ പോയിട്ട് കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കനോ അല്ലെങ്കിൽ പെണ്ണോ അവനെയും അവളെയും ഒക്കെ പടച്ച റബ്ബിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? അള്ളാഹു നിനക്ക് നിശ്ചയിച്ചൊരു പരീക്ഷണമാണ് ഇത് എന്ന് നിനക്ക് മനസ്സിലാവുന്നില്ലേ? ഇവനില്ലെങ്കിലും നിനക്ക് ജീവിതമുണ്ടെന്ന് നിനക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ലേ? എത്ര കുട്ടികളാണെന്ന് ഈ പറഞ്ഞ അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നത്. മുസ്ലിം ആരാളുടെ കാര്യം എനിക്കറിയാം. ഇത് ചിലപ്പോൾ ആളുകൾ ചിലപ്പോൾ പറയും പഴഞ്ചനാണ്. എന്ത് പഴഞ്ചനാട്ടെ പുതിയതാട്ടെ, അള്ളാഹുവിൻ്റെ ദീനിൽ ഹറാമാണ്. നീ ചിലപ്പോൾ മുശ്രിക്കായി മരിക്കാൻ കാരണമാകുന്ന കാര്യമാണിത്. കാലാകാലം നരകത്തിൽ കിടക്കാൻ നമ്മുടെ കുട്ടികൾ അവരെ ദീന് പഠിപ്പിച്ചു കൊടുക്കാൻ. രക്ഷിതാക്കളിൽ പലരും ഇങ്ങനത്തെ പ്രശ്നം എത്തിക്കഴിഞ്ഞാൽ പരാതി പറയും. അതിന് മുൻപ് എല്ലാം തുറന്നു വിട്ട അവസ്ഥയിലാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിനോട് ബാധ്യതയുണ്ട്, നമ്മുടെ റസൂലിനോട് ബാധ്യതയുണ്ട്, പരലോകത്ത് ജീവിതമുണ്ട്, സ്വർഗവും നരകമൊക്കെ ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ നിഷേധിച്ചാൽ, നിങ്ങൾ ഇല്ലാതെ പറഞ്ഞാലും ഇത് വരാനുള്ളതാണ്. അപ്പോൾ ആ ദിവസത്തിന് വേണ്ടി ഈ കാര്യം നന്നായി ശ്രദ്ധിക്കുക. സാന്ദർഭികമായ വിഷയത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി മാത്രം പറയാം, അഹ്ലുൽ കിതാബിന് വിവാഹം കഴിക്കുന്ന അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ കാലഘട്ടത്തിൽ യഹൂദ നസാറാക്കൾ എന്ന് പറയപ്പെടുന്നവരിൽ പലരും ഇന്ന് നിരീശ്വരവാദികളാണ്. നസാറാക്കളല്ല, അവർക്ക് ഇഞ്ചീലോ ഇല്ല, അവർക്ക് ഈ പറഞ്ഞ ഒരു കാര്യത്തിലൊക്കെ വിശ്വാസമില്ല. വലിയൊരു വിഭാഗം നസാറാക്കൾ ഇന്ന് നിരീശ്വരവാദത്തിലാണ്. അവർക്കവരുടെ മതം പേരിന് പോലും കൊണ്ടുനടക്കുന്ന ആൾക്കാരല്ല. അതുകൊണ്ട് അഹ്ലുൽ കിതാബിന് വിവാഹം കഴിക്കുന്ന അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നിബന്ധനകളുണ്ട്. ഒരു നിബന്ധന, അവർ ജീവിതത്തിൽ വിശുദ്ധിയുള്ളവരായിരിക്കണം, ഹറാമായ ബന്ധങ്ങളോ മറ്റോ ഉണ്ടാകാൻ പാടില്ല. എന്നിട്ട് തന്നെയും സഹാബികൾ അത് പ്രോത്സാഹിപ്പിക്കാറുണ്ടായിരുന്നില്ല. കാരണം മക്കൾ ദീന് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നസാറാക്കളിൽ പെട്ട അല്ലെങ്കിൽ അഹ്ലുൽ കിതാബുകാരിൽപ്പെട്ട യഹൂദ നസാറാക്കൾ അവരിലെ സ്ത്രീകളെ വിവാഹം കഴിക്കാൻ അനുവാദമുള്ളൂ, അല്ലാതെ പുരുഷന്മാർക്ക് സ്ത്രീകളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ അനുവാദമല്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ആൾക്കാർ ചില വിധിവിലക്കുകൾ കുറച്ച് കേൾക്കും, ബാക്കി പിന്നെ ചിന്തിക്കില്ല. സ്ത്രീകളെ വിവാഹം കഴിക്കാൻ അനുവാദം. അത് തന്നെ എന്തുകൊണ്ടാണ് സ്ത്രീകളെ മാത്രമാക്കിയതെന്ന് ചില പണ്ഡിതന്മാർ, മുഹമ്മദ് അത്തി അസാലിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞേക്കണം. കാരണം ഒരു മുസ്ലിമായ ഒരു കുടുംബത്തിൽ സ്വാഭാവികമായിട്ട് പുരുഷനായിരിക്കും മേൽക്കൈ ഉണ്ടാവുക. മുസ്ലിമായ ഒരാൾ ഈസയെ ബഹുമാനിക്കുന്നു, മൂസയെ ബഹുമാനിക്കുന്നു, തൗറാത്തും ഇഞ്ചീലും ബഹുമാനിക്കുന്നു, ഇതൊക്കെ വിശ്വസിക്കുന്ന ആളാണ്. സ്വാഭാവികമായിട്ടും അവനൊരിക്കലും നസ്രാനികൾ ആദരിക്കുന്ന ഒരു നബിയെയോ മറ്റോ ചീത്ത പറയാൻ പോകുന്നില്ല, തൗറാത്തിനെ ആക്ഷേപിക്കാൻ പോകുന്നില്ല, ഇഞ്ചീലിനെ ആക്ഷേപിക്കാൻ പോകുന്നില്ല. തിരിച്ച് നസാറാക്കൾ അല്ലെങ്കിൽ യഹൂദർ, ഈ രണ്ട് വിഭാഗവും നമ്മുടെ നബിയെ അംഗീകരിക്കുന്നില്ല. അപ്പോൾ ഒരു നസ്രാനിയായ പുരുഷൻ്റെ കീഴിൽ ഒരു മുസ്ലിമായ സ്ത്രീ ജീവിക്കുക എന്നുള്ളത് പ്രയാസകരമാണ്. അവളുടെ ദീന് എന്തായാലും അപകടത്തിലിരിക്കും. തിരിച്ചങ്ങനെ ഇരിക്കില്ല. മാത്രമല്ല, ഈ നസ്രാനിയായ സ്ത്രീ അവൾ ഇസ്ലാം സ്വീകരിക്കാനുള്ള സാധ്യതയും ഉണ്ട് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ. പക്ഷേ അല്ലാഹു അലം, ഈ കാലഘട്ടത്തിൽ ദീനിൻ്റെ വിധിവിലക്കുകൾ മുസ്ലിമായ പെണ്ണിനെ കല്യാണം കഴിച്ച് ജീവിക്കുന്ന ആൾക്കാർക്ക് തന്നെ തീരറിയില്ല. പിന്നെ ഒരു മുസ്ലിം അല്ലാത്ത സ്ത്രീയെ വിവാഹം കഴിച്ച് ജീവിച്ചാൽ ഉണ്ടാകുന്ന മതപരമായ പ്രശ്നങ്ങൾ, അതിൽ ഉണ്ടാകുന്ന വിധിവിലക്കുകൾ, ഉണ്ടാകുന്ന അപകടങ്ങൾ വളരെ ഗൗരവപ്പെട്ടതായിരിക്കും. ഇത് നന്നായി ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മീസാഖുൻ ഗലീദ്, ഗുരുതരമായ ഒരു കരാർ എന്ന് പറഞ്ഞ കാര്യമാണ് വിവാഹം. ഇത് കളിക്കാനുള്ള കാര്യമല്ല, ഇത് അള്ളാഹുവിൻ്റെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടുന്ന കാര്യമാണ്.
അതുകൊണ്ട് ഇസ്ലാമിക വിധിവിലക്കുകൾ പഠിക്കാനും മനസ്സിലാക്കാനും അത് പാലിക്കാനും ഒക്കെ ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. വഹാദാ വല്ലാഹു തആല അഅലമു ബിസ്സവാബ്. സല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.